യെസ്. ഗുഡ് ഈവനിങ് ഓൾ ഓഫ് യു. എല്ലാവർക്കും സ്വാഗതം. നമ്മള് ഞാൻ ഒരിടത്തിൽ പറഞ്ഞെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പറയാൻ വേ ടു വെൽനെസ് എന്നാണ്. നമുക്ക് നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ ആവശ്യമായിട്ടുള്ള കുറേയധികം കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോകണം. ഈ ദിവസം ഈ ഇരിക്കുന്ന എല്ലാവരുടെയും നിങ്ങളുടെ സ്വന്തം ജീവിതത്തിലും നിങ്ങൾ കണ്ടുമുട്ടുന്ന നിരവധി പേരുടെ ലൈഫിലും വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാണ്. അതുകൊണ്ട് ശ്രദ്ധാപൂർവ്വം ഇത് വീക്ഷിക്കുക. നിങ്ങൾക്ക് നോട്ട് ഡൗൺ ചെയ്യുന്നവർക്ക് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. കാര്യം നമ്മുടെ ആരോഗ്യത്തിന് പുരോഗതി ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. നമുക്ക് ആരോഗ്യ ച്യുതി അല്ലെങ്കിൽ ആരോഗ്യത്തിന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ നേടുന്ന വ്യക്തികളാണെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതിനുള്ള പരിഹാരങ്ങൾ ഈ കൂട്ടത്തിൽ വരുന്നുണ്ടാവും. ഈ ഇൻഡസ്ട്രി ഡിമാൻഡ് ചെയ്യുന്നത് അത്തരത്തിലുള്ള കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയില് ലോകത്തിലെ 140 കോടി ജനസംഖ്യയുള്ള ഇന്ത്യയില് ഏതാണ്ട് 60 കോടി വ്യക്തികൾ അമിതവണ്ണം കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. അമിതവണ്ണം കൊണ്ട് ബുദ്ധിമുട്ടുമ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ പറയുന്ന വാക്കുണ്ട്, ഫിറ്റ് ഇന്ത്യ, ഹെൽത്തി ഇന്ത്യ. ആ സന്ദേശം മഹത്തായ സന്ദേശമാണ്. നമ്മുടെ കേരളത്തില് ബ്രാൻഡ് അംബാസിഡറായിട്ട് മിസ്റ്റർ മോഹൻലാൽ എന്നെയാണ് അപ്പോയിന്റ് ചെയ്തേക്കുന്നത്. എന്താണ് ഈ കാരണം? കാര്യം രാജ്യം ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത്. രാജ്യത്തിന്റെ ഉത്തരവാദിത്തമാണ്. നമ്മളെല്ലാവരും ആരോഗ്യത്തോടെ നിൽക്കുകയും നമ്മുടെ സമ്പത്തും ആരോഗ്യവും സമാധാനവും എല്ലാം നമുക്ക് കിട്ടുകയും തിരിച്ചു കിട്ടുക എന്നാൽ ഏറ്റവും വലിയ കാര്യമാണ്. രാജ്യത്തിന്റെ പുരോഗതിയിലേക്ക് നമ്മുടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ അത്ര ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇന്നത്തെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോ 60 കോടി ജനങ്ങള് ഇന്ത്യയിൽ അമിതവണ്ണം ഉണ്ട് എന്ന് പറഞ്ഞ അർത്ഥം അവർ രോഗാവസ്ഥയിലേക്ക് വളരെ വേഗത്തിൽ പൊക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഏറ്റവും യൂത്ത്ഫുൾ ആയിട്ടുള്ള രാജ്യം ഇന്ന് ഇന്ത്യയാണ്. അപ്പൊ രാജ്യത്തിന്റെ കോൺട്രിബ്യൂഷൻ ഏറ്റവും കൂടുതൽ വേണ്ട ആൾക്കാര് നമ്മൾ ഈ ഇരിക്കുന്ന ഓരോരുത്തർക്കും അതിനകത്ത് വലിയ ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾ ഈ സെഷനോട് ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കൂടി ചെയ്യാണ്. പക്ഷേ ഇനി രാജ്യത്തിന്റെ ഡെവലപ്മെന്റ്സിനകത്ത് നമുക്ക് ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട എന്ന സത്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് എന്താണ് ഇതിന് പരിഹാരം? എങ്ങനെ നമുക്ക് അതിനകത്ത് രാജ്യത്തിന്റെ പുരോഗതിയിലും നിങ്ങൾ സ്വന്തമായിട്ടുള്ള വ്യക്തിപരമായ വളർച്ചയിലും എങ്ങനെ നമുക്ക് സഹകരിക്കാൻ പറ്റും? ഈ ഒരു കാര്യം ഞാൻ എനിക്ക് പറ്റാവുന്ന ഒരു ചെറിയ രീതിയിൽ നിന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, നമുക്ക് ആദ്യം നമ്മുടെ ഓവറോൾ വെൽബീയിങ്ങിനെ കുറിച്ച് നോക്കാം. ഈ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. മെയിൻറ്റെയിനിങ് ഹെൽത്തി വെയ്റ്റ്. നമുക്ക് എന്താണ് ഹെൽത്തി വെയ്റ്റ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പെട്ടെന്ന് എങ്ങനെ പറയാൻ പറ്റും ഹെൽത്തി വെയ്റ്റ് എന്നാല്? എന്താ നമ്മുടെ ഹെൽത്തി വെയ്റ്റ്? നമുക്ക് എത്ര പെട്ടെന്ന് പറയാൻ പറയുന്നത്, നിങ്ങൾ എത്ര പൊക്കമുണ്ടെന്ന് നോക്കുക. എത്ര സെന്റിമീറ്റർ പൊക്കമുണ്ട്? സപ്പോസ് ഒരു 160 സെന്റിമീറ്റർ പൊക്കമുണ്ട്. ഒരു ആൺകുട്ടിയാണ്, ഒരു പുരുഷനാണെന്ന് വിചാരിക്കുക. നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യം അതിൽ നിന്ന് 100 കുറയ്ക്കുക. 160 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ട്, 100 കുറയ്ക്കുക. 60 കിലോ അതിന് തൂക്കം പാടുള്ളൂ. എത്ര സിമ്പിളാന്ന് നോക്കി. ഇത് കോമൺ മെഷർമെന്റ് ആണ്. BMI നോക്കിയുള്ള കാര്യങ്ങൾക്ക് വേറെ, കാനഡ സ്കാൻ നോക്കിയുള്ള കാര്യം വേറെ. ഞാൻ ഫസ്റ്റ് ഇതിൽ പറയാണ്. ലേഡീസിനാണെങ്കിൽ ആ എത്ര ഹൈറ്റ് ഉണ്ടോ, ഇപ്പൊ 120 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള സ്ത്രീ ആണെങ്കിൽ അതിൽ നിന്ന് 105 കുറച്ചാൽ ബാക്കി എത്ര കിട്ടും? 55 കിലോ പാടുള്ളൂ. ഇതാണ് നമ്മുടെ ഹെൽത്തി വെയിറ്റ് എന്ന്. ഇവിടെ പലപ്പോഴും നമുക്ക് അതിനകത്ത് എത്ര കൂടുതലാണോ, ഒരു 10 കിലോ കൂടുതലാണെങ്കിൽ അർത്ഥം നമ്മൾ പതുക്കെ ഓവർ വെയിറ്റിലേക്ക് പ്രവേശിക്കാം. നമുക്ക് ആ ഭാഗം കടന്നു വരാം. അടുത്ത് ആ ഹെൽത്തി വെയിറ്റ് റെഡിയാക്കി വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് സാധിക്കുള്ളൂ. ഈസ് എസെൻഷ്യൽ ഫോർ പ്രിവെന്റിങ് ക്രോണിക് ഡിസീസസ്. ക്രോണിക് ഡിസീസ് ഒക്കെ വരാതിരിക്കാൻ ആ ഹെൽത്തി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്ര ആവശ്യമാണ്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. ക്രോണിക് ഡിസീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ BP ആയിക്കോട്ടെ, ബ്ലഡ് പ്രഷർ ആയിക്കോട്ടെ, കൊളസ്ട്രോൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹാർട്ട് കംപ്ലൈന്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്ട്രോക്ക് പോലത്തെ പ്രശ്നങ്ങളായിക്കോട്ടെ, അതിലേക്ക് നമ്മൾ വളരെ വേഗത്തിൽ ക്യാൻസർ അടക്കം രോഗങ്ങളിലേക്ക്, ലൈഫ് സ്റ്റൈൽ ഡിസീസിലേക്കും ക്രോണിക് ഡിസീസിലേക്കും പെട്ടെന്ന് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആൻഡ് ഇംപ്രൂവിങ് ഓവറോൾ വെൽബീയിങ്, നമ്മുടെ മൊത്തത്തിലുള്ളൊരു വെൽബീയിങ് ഉണ്ടാക്കാനും ഇത് വളരെ സഹായിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം, ഒന്നൊന്നായി നോക്കാം. ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ആരോഗ്യ മേഖലയില് ഇൻഷുറൻസ് മെഡിക്കൽ സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ
സീനിയർ സൂപ്രണ്ട് ലെവലില് വർക്ക് ചെയ്ത് ഒരു 4 ഡിസ്ട്രിക്റ്റിലെ 55 ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹെഡ് ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അവൻ റിട്ടയർ ചെയ്ത ശേഷം ഈ വെയിറ്റ് വെൽനസ് എന്നുള്ള ഈ പ്രോഗ്രാമിൽ ഞാൻ വളരെയധികം സീരിയസ് ആയിട്ട് ഇൻവോൾവ് ആണ്. ഇഷ്ടപ്പെടാൻ കാരണം എനിക്ക് വണ്ണം ഉണ്ടായിരുന്നു. എന്റെ ഓവറോൾ ഉണ്ടായിരുന്ന വണ്ണം എനിക്ക് ഈ ഇൻഡസ്ട്രി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യപ്പോൾ 3 മാസം കൊണ്ട് 9 കിലോ കുറക്കാൻ സാധിച്ചു. ആ ഒരു കോൺഫിഡൻസ് ഞാൻ ഷെയർ ചെയ്യാം. സോ അപ്പൊ എനിക്ക് ഈ മേഖലയിൽ നല്ല ബന്ധമുള്ളത് കൊണ്ട് അറിയാവുന്നതുകൊണ്ടും ഇത് വളരെ റിസ്ക് ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ കുറേ സീരിയസ് ആയിട്ട് ഇതിനകത്ത് ഇൻവോൾവ് ആയി. ഇവിടെ നോക്കുക, ഒബസിറ്റി ആൻഡ് ഹെൽത്ത് ചലഞ്ചസ് നോക്കുക. ഉണ്ടോ, ഒരാൾക്ക് അമിത വണ്ണം ഉണ്ടെങ്കിൽ അത് കാണുന്ന നോക്കി ഹാർട്ട് ഡിസീസ്, ഡയബറ്റീസ്, കിഡ്നി ഡിസീസ്, ഫാറ്റി ലിവർ, ക്യാൻസർ, ഹൈ ബി പി, ഇതെല്ലാം നമുക്ക് കടന്നു വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് അവിടെ കാണിച്ചിട്ടുണ്ട് ആ കുട്ടിയുടെ ആ ഒരു ഭാഗത്ത് ആ സ്കിന്നിന് പുറത്ത് കാണുന്ന ആ വണ്ണം ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ സ്വയം പിടിച്ചു നോക്കി എന്ത് ഫീൽ ചെയ്യുന്നുണ്ട്? അവിടെ പിടിക്കാൻ പറ്റുന്ന രീതിയിൽ വരുവാണെങ്കിൽ എന്താണ് അർത്ഥം? നിങ്ങളുടെ സബ്കൂട്ടീനിയസ് ഫാറ്റ് എന്നുവെച്ചാൽ നിങ്ങളുടെ പുറമേയുള്ള ഫാറ്റ് കൂടുന്നു എന്നർത്ഥം. സബ്കൂട്ടീനിയസ് ഫാറ്റ് എന്ന് പറയുന്നത് ആ പേര് എഴുതി വെക്കുക. തൊലിക്ക് പുറമേയുള്ള ഫാറ്റാണ് സബ്കൂട്ടീനിയസ് ഫാറ്റ്. അപ്പൊ അത് പതുക്കെ പതുക്കെ നിങ്ങളുടെ വണ്ണം കൂടുന്ന കാണിക്കാൻ നല്ല ലക്ഷണമാണ്. പിന്നെ നമുക്ക് അടുത്ത പോയി നോക്കാം. നോ യുവർ ബോഡി. നമുക്ക് നമ്മുടെ ബോഡിയെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കണം. ആദ്യത്തെ സ്റ്റെപ്പ്, നമ്മൾ ആദ്യം ഇഷ്ടപ്പെടേണ്ടത് നമ്മുടെ ശരീരത്തെ. അതിൽ നിങ്ങൾ കുറച്ച് സ്വാർത്ഥത കാണിക്കണം. നമ്മുടെ ശരീരം അത്രയും പരിപാവനമായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതിന് പ്രായം ഒന്നുമല്ല പ്രശ്നം. ഏത് പ്രായത്തിലും ശരി നമ്മൾ ആ ശരീരം കീപ്പ് ചെയ്യാൻ നമ്മൾ ഉത്തരവാദിത്തം കാണിക്കേണ്ടത് ആവശ്യമാണ്. ബോഡി മാസ് ഇൻഡെക്സ്, BMI. എന്താ BMI? നമുക്ക് നേരത്തെ പറഞ്ഞ പൊക്കവും തൂക്കവും തമ്മിൽ ഉള്ള കോമ്പിനേഷൻ കറക്റ്റ് ആണ് നോക്കുന്നത് BMI കൊണ്ടാണ്. വേറെ ഷോർട്ട് കട്ട് ഒന്നുമില്ല. നമുക്ക് നമ്മുടെ പൊക്കവും തൂക്കവും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ? നമ്മുടെ ശരീരത്തിനകത്ത് ആവശ്യത്തിൽ കൂടുതൽ കലോറി അടങ്ങിയിട്ടുണ്ടോ? ഈ കാര്യം അറിയണം. അടുത്ത് നോക്കിയേ, ബേസൽ മെറ്റബോളിക് റേറ്റ്, BMR. എന്താ കാണിക്കുന്നത്? നമുക്ക് ശരീരത്തിന് കാലത്ത് തൊട്ട് വൈകുന്നേരം വരെ ഉപയോഗിക്കണമെങ്കിൽ ആണുങ്ങൾക്ക് അവരുടെ കലോറി നോക്കുന്നത്, അവരുടെ ഊർജം നോക്കുന്നത് കിലോ കലോറിയിലാണ്. അപ്പൊ അവർക്ക് ആണുങ്ങൾക്കാണെങ്കിൽ സാധാരണഗതിയിൽ ഓൺ ആൻ ആവറേജ് ഒരു 1600 കിലോ കലോറി ഒരു ദിവസം ശരീരം മെയിൻറ്റെയിൻ ചെയ്യാൻ, ശരീരത്തിനകത്തുള്ള ഉപാപചയ പ്രവർത്തനങ്ങൾ അടക്കം ശ്വാസം ശ്വസിക്കുന്നു, ഹാർട്ട് പമ്പ് ചെയ്യുന്നു, കോടിക്കണക്കിന് കോശങ്ങൾ വർക്ക് ചെയ്യുന്നു. അപ്പൊ അതിനെല്ലാം കൂടി മൊത്തം ഒരു 1600 കിലോ കലോറി ഊർജം നമുക്ക് ആവശ്യമാണ്. ജോലി ചെയ്യുമ്പോഴോ ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 300 കലോറി എക്സ്ട്രാ വരും. ആണുങ്ങൾക്ക് സാധാരണ 1900 കലോറിയാണ് ഒരു ദിവസം ആവശ്യമുള്ളത്. ലേഡീസിനാണെങ്കിൽ 1400 കലോറിയാണ് അവരുടെ സാധാരണഗതിയിൽ അവർക്ക് ഒരു ശരീരത്തിന്റെ നോർമൽ ലെവലിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ളത്. പ്ലസ് അവരുടെ ആക്ടിവിറ്റിക്ക് വേണ്ടി ഒരു 300 കലോറി, 1700 കലോറി. ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് തന്നെ വ്യക്തമാക്കി തരാം. ഇതിന് അടുത്ത് നമ്മുടെ ബോഡിയെ കുറിച്ച് അറിയുന്ന കാര്യം ബോഡി കോമ്പോസിഷൻ അനാലിസിസ് ആണ്. അത് നമ്മുടെ ബോഡി ഫാറ്റ് എത്ര % ഉണ്ട് അറിയണം. ഉണ്ടോ? വിസറൽ ഫാറ്റ്. വിസറൽ ഫാറ്റ് എന്താണ്? ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഫാറ്റാണ് വിസറൽ ഫാറ്റ്. അതിന് ടോക്സിൻ ഫാറ്റ് എന്ന് പറയും. നമ്മുടെ പുറമെ കാണുന്നത് അതിന്റെ അടിയിലുണ്ട് സബ്കൂട്ടീനിയസ് ഫാറ്റ്. അത് നമുക്ക് ഇങ്ങനെ പിടിച്ചു നോക്കി കാണുന്ന സബ്കൂട്ടീനിയസ് ഫാറ്റ്. പുറത്ത് കാണുന്ന നമ്മുടെ ബോഡിക്ക് ഷേപ്പ് തരുന്നതാണ് സബ്കൂട്ടീനിയസ് ഫാറ്റ്. വിസറൽ ഫാറ്റ് അങ്ങനെയല്ല. ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളിലേക്ക് വയറിന്റെ അകത്ത് നിൽക്കുന്ന എത്രമാത്രം ഫാറ്റ് നിങ്ങളുടെ ആന്തരിക അവയവങ്ങളെ പൊതിഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്, അതാണ് വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത്. അത് കൂടാൻ പാടില്ല. അത് വന്നാൽ നമുക്ക് പല അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം കൊണ്ടെത്തിക്കുന്നുണ്ട്. ദെൻ ബോഡി മസിൽ, ദെൻ ബോഡി ഏജ്, ദെൻ ഐഡിയൽ ബോഡി വെയിറ്റ്. എത്ര നേരത്തെ പറഞ്ഞു എങ്ങനെ ബോഡി വെയിറ്റ് കണ്ടെത്തണമെന്ന്. ദെൻ ടാർഗറ്റ് ബോഡി വെയിറ്റ്. അപ്പൊ നമുക്ക് എത്ര വെയിറ്റ് കുറയ്ക്കാനുണ്ട് ടാർഗറ്റ് വെക്കുകയാണ്. എനിക്ക് 15 കിലോ കുറയ്ക്കാനുണ്ട്. അപ്പൊ എനിക്ക് വരുന്ന എത്ര മാസം കുറയ്ക്കാൻ പറ്റും? ഒരു മാസം ഓൺ ആൻ ആവറേജ് 3 to 4 കിലോ കുറയ്ക്കാൻ പാടുള്ളൂ. ആദ്യമൊക്കെ പെട്ടെന്ന് കുറയും, പിന്നെ ഓരോ മാസം ഇങ്ങനെ കുറഞ്ഞു ആ കുറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ എന്റെ കറക്റ്റ് 3 മാസം കൊണ്ട് കറക്റ്റ് ആയിട്ട് അവസാനത്തെ മാസം 1 കിലോ കുറഞ്ഞു, ബാക്കി 2 മാസം കൊണ്ട് 8 കിലോ കുറഞ്ഞു. ലാസ്റ്റ് മന്ത് 1 കിലോ കുറഞ്ഞു, 9 കിലോ കുറഞ്ഞപ്പോൾ ഞാൻ ഈ പ്രൊഡക്റ്റ് സ്റ്റോപ്പ് ചെയ്തു.
ഇന്നത് മെയിൻറ്റെയിൻ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. കാര്യം ഞാൻ പിന്നെ ഭക്ഷണം ഞാൻ ക്രമീകരിച്ച് വരുത്താൻ തുടങ്ങി. ഓവറായിട്ട് ഫുഡ് കഴിക്കണം നിർത്തി. അരി ഭക്ഷണം പരമാവധി കുറയ്ക്കാൻ തുടങ്ങി. നമ്മൾ പ്രായം കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കണം. അപ്പൊ ആ കാര്യം എന്താ നമുക്ക് നോക്കാം. ഇത് ബോഡി മാസ് ഇൻഡെക്സ് ശ്രദ്ധിച്ചു നോക്കാം. സ്റ്റെപ്പ് 1 നമ്മൾ ബിഗിനിങ് ആണ് കേട്ടോ. 18.5 താഴെ വരികയാണെങ്കിൽ അണ്ടർ വെയിറ്റ് ആണ്, കണ്ടാ വെയിറ്റ് കുറവാണ്. നോർമൽ 18 തൊട്ട് 22.9 വരെയാണ് നോർമൽ. ആ അത് കിട്ടണം, കറക്റ്റ് ആണ്, നമുക്ക് കുഴപ്പമില്ല. ഓവർ വെയിറ്റ് 23-നും 24.9 ആണെങ്കിൽ ഓവർ വെയിറ്റ് ആണ്. എങ്ങനെ കണ്ടെത്തുന്നത് പറഞ്ഞുതരാം. ഒബീസ് എന്ന് പറഞ്ഞാല് അമിതവണ്ണത്തിന്റെ ആൾ പ്രവേശിച്ചിട്ടുണ്ട്. അതൊക്കെ BMI 25-ൽ 25 വരെ എത്തിക്കഴിഞ്ഞാല് ഒബീസ് ആണ്. അദ്ദേഹം 30-ന് അപ്പുറത്തേക്ക് പോയെങ്കിൽ അദ്ദേഹം എക്സ്ട്രീംലി ഒബീസ് ആണ്. ഇതാണ് ബോഡി മാസ് ഇൻഡെക്സ്. അപ്പൊ എങ്ങനെ കണ്ടെത്തുന്നത് നോക്കി. എത്ര കിലോ തൂക്കമുണ്ടെന്ന് നോക്കുക. ആ തൂക്കം ഡിവൈഡ് ബൈ എത്ര ഹൈറ്റ് സെന്റിമീറ്റർ നോക്കുക, അതിന് മീറ്റർ ആക്കുക. അപ്പൊ 165 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ അർത്ഥം 2 സ്ഥാനം നീ കുത്തിട്ടാൽ മതി. അത് 1.65 മീറ്റർ ആണ് ഇതിനുള്ളത്. ആദ്യം ചെയ്യേണ്ടത് ഈ 1.65-നെ 1.65 കൊണ്ട് ഗുണിക്കുക. നിങ്ങളുടെ ഹൈറ്റിന്റെ മീറ്ററിലാക്കിയിട്ട് അതിനെ കൊണ്ട് ഗുണിക്കുക. ആ കിട്ടുന്ന തുക എഴുതി വെക്കുക. ഹൈറ്റിൽ നിന്ന് ആ തുക എത്രയാണോ അത് കുറയ്ക്കുക. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ജസ്റ്റ് ബോഡി മാസ് ഇൻഡെക്സ് നോക്കി എല്ലാവരും നോക്കുക. നിങ്ങളുടെ വെയിറ്റ് ഡിവൈഡ് ബൈ നിങ്ങളുടെ ഹൈറ്റ് എടുക്കുക, അതിന് സെന്റിമീറ്റർ ആക്കുക. എഴുതിയെടുത്താക്കരും മതി, ഇനി നോക്കാനൊന്നും പോണ്ടേ നേരത്ത്. ഇപ്പൊ കയ്യിലുണ്ടെങ്കിൽ മാത്രം നോക്കുക. അപ്പൊ അവിടെ നിങ്ങളുടെ ഈ ബോഡി മാസ് ഇൻഡെക്സ് ഇതിനകത്ത് ഏത് റേഞ്ചിൽ വന്നെ നോക്കുക. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ. അതിന് എങ്ങോട്ട് മാറണമെന്ന് ആലോചിക്കുക. ഓക്കെ, ഇനി മേസൽ മെറ്റാബോളിക് റേറ്റ് BMR. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ്, എങ്കിൽ ഒന്നുകൂടി വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഉണ്ടോ, ഒരാളുടെ BMR നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും എല്ലാം ചെയ്യുമ്പോഴും ആ BMR അതെങ്ങനെ മാനേജ് പോകുന്നുണ്ടാവും. ഈ റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ പറഞ്ഞ 1600 to 1900 കലോറിയാണ് പെർ ഡേ മോസ്റ്റ് മെൻ ആവശ്യമുള്ളത്. 1900 മാക്സിമം നോക്കും. ലേഡീസിന് 1400 to 1600 കലോറി, നമുക്ക് 1700 കൂട്ടിക്കും കിലോ കലോറി പെർ ഡേ. ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പൊ ഹൈ BMR ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. നല്ല ജിംനാസ്റ്റിക് നിൽക്കുന്ന ആൾക്കാർക്ക് ഹൈ BMR ഉണ്ടാവും. അവിടെ നല്ല ഫുഡ് കഴിക്കും, കുഴപ്പമില്ല. ചാക്കയുടെ ശരീരത്തിൽ അത്രമാത്രം റിക്വയർമെന്റ് ശരീരത്തിലുണ്ട് എന്നർത്ഥം. ലോ BMR ആണെങ്കിൽ ശ്രദ്ധിക്കണം. കാരണം അവരുടെ ശരീരത്തിനകത്ത് ബോഡി കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ ഊർജമാക്കി മാറ്റുന്നില്ല. കഴിക്കുന്ന ഭക്ഷണം അദ്ദേഹം ഫാറ്റ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അവർക്ക് ശരീരത്തിനകത്ത് ഊർജം ഉണ്ടാകുന്ന കുറവായിരിക്കും. ആ BMR കുറവാണ് എന്ന് പറഞ്ഞ അർത്ഥം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അത്ര ശുഭകരമല്ല. ഈ പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത് നോക്കാം, ബോഡി കോമ്പോസിഷൻ നോക്കുകയാണ്. ബോഡി കോമ്പോസിഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ BMI നോക്കുമ്പോൾ നേരത്തെ ആദ്യം കാണിച്ച BMI 100% കറക്റ്റ് അല്ല. കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. ബോഡി മാസ്, ഒരാളുടെ ബോഡി മാസ്, അവിടെ ബോഡി കോമ്പോസിഷൻ നോക്കുന്ന മെയിൻ കാര്യം 3 കാര്യങ്ങളാണ്. എത്രമാത്രം ബോൺ മാസ് ഉണ്ട്, എല്ല് അതിന് 10-200 എല്ല് ശരീരത്തിലുണ്ട്. അപ്പൊ എത്ര എല്ല് അദ്ദേഹത്തിന് ആ ശരീരത്തിനകത്ത് ഉണ്ട്. ബോൺ മാസ് കൂടുതലാണെങ്കിൽ അത് ആരോഗ്യത്തിന്റെ ലക്ഷണമാണ്. മസിൽ മാസ് കൂടുതലാണ്, അതും ആരോഗ്യത്തിന്റെ ലക്ഷണമാണ്. അവരുടെ ചിലപ്പോൾ BMI നോക്കുമ്പോൾ കൃത്യമാ കാണുന്ന BMI ആയിരിക്കില്ല കിട്ടുന്നത്. പക്ഷെ ഫാറ്റ് മാസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അത് കൂടിക്കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഡേഞ്ചറസ്. അപ്പൊ ഇവിടെ ആ ബോഡി കമ്പോസിഷൻ കണ്ടോ, വിസറൽ ഫാറ്റ് കണ്ടോ, അകത്ത് ശരീരത്തിന്റെ ശ്വാസകോശങ്ങളും പാങ്ക്രിയാസിലും എല്ലാ ഭാഗത്തും നിറഞ്ഞു നിൽക്കുന്ന ആ മഞ്ഞ നിറത്തിൽ കാണുന്ന കൊഴുപ്പ് കണ്ടോ. ഇതാണ് അപകടകാരി എന്ന് പറയുന്നത്. മറ്റത് പുറമെ കാണുന്നത് സബ്കൂട്ടിനസ് ഫാറ്റ്. ഇത് തൊലിയുടെ തൊട്ട് താഴെ സ്റ്റോർ ചെയ്യപ്പെട്ട ഫാറ്റാണ്. മറ്റത് വിസറൽ ഫാറ്റ്, ഇത് വരുന്നത് ഓർഗൻസിനകത്താണ്, ഉണ്ടോ, അബ്ഡമിനകത്താണ്. ഇതിന് ടോക്സിക് ഫാറ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇത് ഈ പടം നിങ്ങൾ ഓർത്തിരിക്കുക. നമ്മുടെ അവസ്ഥ എപ്പോഴും ശ്രദ്ധിക്കുക. അടുത്ത് നോക്കുക, ഐഡിയൽ ബോഡി വെയിറ്റ്. ഇതിന് ബിഗിനിങ് ആണ്. നമ്മുടെ ഹൈറ്റ് ഇൻ മീറ്റർ ഇൻറ്റു ഹൈറ്റ് ഇൻ, ഉണ്ടോ, ഹൈറ്റ് ഇൻ മീറ്റർ എടുക്കുക. അപ്പോ ഇൻറ്റു ഹൈറ്റ് ഇൻ മീറ്റർ ഇൻറ്റു 23 അടിക്കുവാണെങ്കിൽ നമുക്ക്
കൃത്യമായിട്ടുള്ള ഐഡിയൽ ബോഡി വെയിറ്റ് കിട്ടും. കേട്ടോ, ഇതൊരു കണക്കൂട്ടലാണ്. ആ ബോഡി മാസ് ഇൻഡെക്സ് നോക്കിയിട്ട് 23 ഗുണിക്കുന്നതുകൊണ്ടുള്ള ഒരു ഹൈറ്റ് 1.65 മീറ്റർ ഹൈറ്റ് ഉള്ള ഒരാൾക്ക് അങ്ങനെ ബോഡി വെയിറ്റ് 1.65 ഇൻറ്റു 1.65 23 ഗുണിച്ചാൽ എത്ര കിട്ടുന്നോ ഇങ്ങനെയും കണ്ടെത്താം. കേട്ടോ, ഇത് കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ ആ ബോഡി മാസ് ഇൻഡെക്സ് കറക്റ്റ് ആകുന്ന സാധനം 23 ആ 23 ഇട്ട് അയക്ക് വരാവുന്ന വെയിറ്റ് 62.6 കിലോ പാടുള്ളൂ. ഉണ്ടോ? അതിൽ കൂടുതൽ വെയിറ്റ് വന്നാൽ അതിന് ഡാമേജ് ചെയ്ത് പെട്ടെന്ന് അറിയാൻ പറ്റിയ സംഗതിയാണ് 1.65 ഇൻറ്റു 1.65 ഇൻറ്റു 23. അവരുടെ ഹൈറ്റ് 165 സെന്റിമീറ്റർ ആയിരുന്നു. ഇതും ഒരു ഐഡിയൽ ബോഡി വെയിറ്റ് കണ്ടെത്താൻ ഒരു മാർഗമാണ്. ഞാൻ ആദ്യം ചില മാർഗം പറഞ്ഞു, അടുത്ത കുറച്ച് മാർഗങ്ങൾ. ഇനി നോക്കുക എങ്ങനെ നമുക്ക് നമ്മുടെ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ ഫാറ്റ് കുറയ്ക്കാൻ പറ്റും. ബോഡി വെയിറ്റ് അല്ല കുറക്കേണ്ടത്, ഫാറ്റ് ആണ് കുറക്കേണ്ടത്. അപ്പൊ ഫാറ്റ് ലോസ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഈ വാക്ക് ഉപയോഗിക്കുന്നത് ഫാറ്റ് ലോസ് ആണ്. ബോഡി വെയിറ്റ് കുറയ്ക്കാവുന്ന കാര്യം പറയരുത്. കാര്യം ബോഡി വെയിറ്റ് എല്ലിന്റെ തൂക്കമുണ്ടാകും, മസിലിന്റെ തൂക്കമുണ്ടാകും. അതുകൊണ്ട് ബോഡി വെയിറ്റ് അല്ല കുറേണ്ടത്, നമുക്ക് ഫാറ്റ് ലോസ് ആണ് വേണ്ടത്. ഫാറ്റ് ആണ് അപകടകാരി. ഇവിടെ 2-3 മാർഗം നോക്കിയോ. കറണ്ട് ബോഡി വെയിറ്റ് നോക്കുക മൈനസ് ഐഡിയൽ ബോഡി വെയിറ്റ് നോക്കുക. ഇതാണ് നമുക്ക് എത്ര കിലോ ആണ് ലോസ് ചെയ്യേണ്ടത് അറിയണത്. സപ്പോസ് 165 സെന്റിമീറ്റർ നിങ്ങൾക്ക് പൊക്കമുണ്ട്. അപ്പോൾ നിങ്ങൾ കറണ്ട് ബോഡി വെയിറ്റ് കണ്ടെത്തി. നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റ് ആണ്. ഇപ്പോൾ 80 കിലോ കണ്ടെത്തി. ആ കറണ്ട് ബോഡി വെയിറ്റ് 80 കിലോ ആണ്. നിങ്ങൾക്ക് ഐഡിയൽ ബോഡി വെയിറ്റ് 65 കൂടെ പാടുള്ളൂ. അപ്പൊ കുറയ്ക്കേണ്ട ടാർഗറ്റ് എത്രയാണ്? 15 കിലോ ശരീരത്തിന് ഫാറ്റ് കുറയ്ക്കേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെ കണ്ടെത്തിയിട്ട് ആ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് നമുക്ക് നമ്മുടെ ഫാറ്റ് ലോസ് ഉണ്ടാക്കാനുള്ള കാര്യമാണ് ഇനി പഠിപ്പിക്കാൻ പോണ ഓരോ സ്റ്റെപ്പുകളും. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. വെയിറ്റ് മാനേജ്മെന്റ് ഈ സിമ്പിൾ മാത്തമാറ്റിക്സ്. കലോറി എക്സ്പെൻഡിച്ചർ ഉണ്ടോ, കലോറി ഇൻടേക്ക്. നമ്മൾ എപ്പോഴും കലോറി എക്സ്പെൻഡിച്ചർ കൂട്ടിയാൽ മതി. കലോറി എക്സ്പെൻഡിച്ചർ എപ്പോഴും കൂടിയിരിക്കണം. കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ കത്തിച്ച് കളയാൻ സാധിക്കണം. അത് നമുക്ക് ഹെൽത്തി വെയിറ്റ് ലോസ് ഉണ്ടാക്കാൻ സാധിക്കും. കണ്ടോ? ദെൻ ഹെൽത്തി വെയിറ്റ് ലോസ് ഈസ് ഈക്വൽ ടു ലോസ് ഫാറ്റ് നോട്ട് മസിൽസ്. ഈ പോയിന്റ് ആണ് ഇമ്പോർട്ടന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ്. നമുക്ക് ശരീരത്തിന് വണ്ണം കുറയ്ക്കേണ്ടത് നമ്മുടെ ശരീരത്തില് ഐഡിയൽ ആയിട്ടുള്ള വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാല് ഫാറ്റ് ലോസ് ആണ് പാടുള്ളൂ. ഇനി അടുത്തൊരു പോയിന്റ് മനസ്സിലാക്കുക. 1 കിലോഗ്രാം ഫാറ്റ് ലോസ് വരണമെങ്കിൽ ശരീരത്തിൽ 7700 കലോറി ഡെഫിസിറ്റ് വന്നാൽ ഒരു ദിവസം 1 കിലോ കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഒരു ദിവസമല്ല, 10 ദിവസം കൊണ്ടാണെങ്കിൽ 10 ദിവസം കൊണ്ട് 7700 കലോറി നമുക്ക് 10 ദിവസം കൊണ്ട് കുറയ്ക്കാൻ സാധിച്ചാൽ മതി. 1 കിലോ കുറയ്ക്കാൻ പറ്റും. ഞാൻ കൃത്യമായിട്ട് ചെയ്തത്, അതെനിക്ക് പെട്ടെന്ന് പറയാൻ കാരണം കറക്റ്റ് 3 മാസം കൊണ്ട് ഓരോ കിലോ കുറച്ചുകൊണ്ട് 1 മാസം കൊണ്ട് 3 കിലോ കുറച്ച്, പിന്നടുത്ത മാസം അങ്ങനെ ചെയ്തു, 3rd മാസം അങ്ങനെ ചെയ്തു. കറക്റ്റ് 9 കിലോ 3 മാസം കൊണ്ട് കുറയ്ക്കാൻ സാധിച്ചു. ആദ്യത്തെ മാസമൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് കുറച്ച് കൂടുതൽ കുറയും, പിന്നത്തെ മാസം കുറവായിരിക്കും, പിന്നത്തെ മാസം അതിലും കുറവായിരിക്കും. വിഷമിക്കേണ്ട ആവശ്യമില്ല. 7700 കലോറി പോകുമ്പോൾ ശരീരത്തിൽ കലോറി ഫാറ്റ് നഷ്ടപ്പെടുമ്പോഴത്തേക്ക് 1 കിലോ കുറയുന്ന കാര്യം ഗ്യാരണ്ടിയാണ്. മോസ്റ്റ് പീപ്പിൾ കലോറി ഡെഫിസിറ്റ് ഇസ് 300 to 500 പെർ ഡേ ആണ്. ഈ സഫീഷ്യന്റ് ടു ലോസ് 0.5 കിലോഗ്രാം ഓഫ് വെയിറ്റ് പെർ വീക്ക്. 1 കിലോ വെയിറ്റ് ഫാറ്റ് നിങ്ങളുടെ ശരീരത്തിന് മാറിക്കഴിഞ്ഞാൽ മുട്ടിനെ കൊടുക്കുന്ന പ്രഷർ കിട്ടുന്നത് 4 കിലോ പ്രഷറാണ് മുട്ടിന് കിട്ടുന്നത്. 1 കിലോ വെയിറ്റ് ശരീരത്തിന് കുറഞ്ഞാല് മുട്ടിനേക്കുള്ള 4 കിലോ പ്രഷർ കുറയ്ക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ മുട്ടുവേദന ഗണ്യമായിട്ട് കുറയും. ഒപ്പം തന്നെ കൊളസ്ട്രോളും BP-യും എല്ലാം തന്നെ കൺട്രോൾ ആണ്. ഡയബറ്റീസ് കൺട്രോൾ ആണ്. അത്ഭുതകരമായ മാറ്റം ഉണ്ടാവും. സോ നമുക്ക് അടുത്ത് നോക്കാം. റെഡ്യൂസ് കലോറി ഇൻടേക്ക്. ഇതിന്റെ കുഴപ്പം എന്താ? ആൾക്കാർ പട്ടിണി കിടക്കാറുണ്ട് വണ്ണം കുറയ്ക്കാൻ വേണ്ടി. എന്റെ കുട്ടി പട്ടിണി കിടക്കുകയാണ്, എന്റെ വൈഫ് വണ്ണം കുറയ്ക്കാൻ വേണ്ടി പട്ടിണി കിടക്കുകയാണ്. സ്റ്റാർവേഷൻ, ഡയറ്റിങ്ങിലായിപ്പോ. ഇതിനെ വെച്ച് വെയിറ്റ് മാനേജ്മെന്റ് ആണ്. നെവർ ഡു ദാറ്റ്. ഒരിക്കലും ചെയ്യരുത്. എന്താ കാരണം? ഇതിന്റെ സൈഡ് എഫക്ട്സ് ഇത്തിരി കട്ടിയായിരിക്കും. എന്റെ ശരീരത്തിന് കിട്ടേണ്ട സാധനം കിട്ടിയില്ലെങ്കിൽ ശരീരം സ്റ്റാർവേഷൻ ഉണ്ട്, ശരീരം പല കാര്യോട് ചെയ്യും. ഒരാഴ്ച പട്ടിണി കിടന്ന ആളുടെ പ്രത്യേകത എന്നറിയോ? അതിൽ പട്ടിണി കിടക്കുന്നതും ഉണ്ടായിരുന്ന വണ്ണത്തെക്കാളും വണ്ണം കൂടിയ ആൾക്കാരുണ്ട്. അവിടെ ചില അത്ഭുതങ്ങൾ ശരി സംഭവിക്കും. ഇത് മനസ്സിലാക്കിക്കൊള്ളണം.
അതായത് നിങ്ങളുടെ ശരീരത്തിന് ബ്രെയിൻ കൊടുക്കുന്ന മെസ്സേജ് ഉണ്ട്, അദ്ദേഹം പട്ടിണി കിടക്കാണ്, എനിക്ക് വേണ്ട സാധനം, ശരീരത്തിന് വേണ്ട സാധനം കിട്ടുന്നില്ല. ഒരു കാര്യം ചെയ്യും, ആ കഴിക്കുന്ന ഫുഡ്, ഇനി കഴിക്കുന്ന അതിനുശേഷം കഴിക്കുന്ന ഫുഡില്ലേ, അതിന് മുഴുവൻ ഫാറ്റ് ആയിട്ട് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. ഇപ്പൊ കൊറോണ സമയത്തൊക്കെ ഭക്ഷണത്തിന് കുറവ് വന്നപ്പോൾ ആൾക്കാർ സ്റ്റോറേജ് പലരും കൊണ്ട് സ്റ്റോർ ചെയ്ത് വെച്ചല്ലേ, അതേപോലെ ശരീരം സ്റ്റോർ ചെയ്ത് അവിടെ കൂടി കയറ്റും. നിങ്ങൾ കഴിക്കുന്ന ഫുഡ് മുഴുവൻ എന്നിട്ട് മാറും, ഫാറ്റ് ആയിട്ട് മാറി കയറും. ഇതാണ് കുഴപ്പം. അപ്പൊ ഇവിടെ നോക്കണ്ട, ഇവിടെ താഴെ സൈഡ് എഫക്ട്സ് ഓഫ് ഡയറ്റിംഗ്. ഡിക്രീസ്ഡ് പ്രോട്ടീൻ ഉണ്ടോ, പ്രോട്ടീൻ കുറയും ശരീരത്തിനകത്ത്. പ്രോട്ടീൻ ശരീരത്തിന് കിട്ടിയേ വെക്കൂ. എത്ര കിലോ തൂക്കമുണ്ടോ അത്രയും ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം ശരീരത്തിൽ കിട്ടിയില്ലെങ്കിൽ ശരീരം നമുക്ക് അതിനുള്ള തിരിച്ചടി തരും. ഡിക്രീസ്ഡ് ഹെൽത്തി ഫാറ്റ്സ്, നമുക്ക് ഫാറ്റ് ആവശ്യമുണ്ട്, ഫാറ്റിനെ മുഴുവൻ തള്ളിക്കളയരുത്, കുറച്ച് ഫാറ്റ് നമുക്ക് ശരീരത്തിന് ആവശ്യമുണ്ട്. ശരീരത്തിന്റെ ടെമ്പറേച്ചർ നിലനിർത്തുന്ന ഫാറ്റ് കൊണ്ടാണ്, നമ്മുടെ പ്രതിരോധ ശക്തി ശക്തമാക്കുന്ന ഫാറ്റ് കൊണ്ടാണ്. ഫാറ്റിനെ വെറുതെ ഒഴിവാക്കി കളയാൻ ശ്രമിക്കരുത്. ഡിക്രീസ് വിറ്റമിൻസ് ആൻഡ് മിനറൽസ്, നമുക്ക് ശരീരത്തില് ഭക്ഷണത്തിൽ നിന്നാണ് വിറ്റമിൻസും മിനറൽസും ലഭിക്കുന്നത്. അത് കിട്ടിയില്ലെങ്കിലോ ശരീരം പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ നമുക്ക് എന്താണ് ഫാറ്റിക്, തളർച്ചയും വീക്ക്നെസ്, ഭയങ്കര ക്ഷീണം തരുന്നു. ലോ ഇമ്മ്യൂണിറ്റി, പ്രതിരോധ ശക്തി ഇല്ലാതുകൊണ്ട് വഴി കൂടി പോകുന്ന അസുഖങ്ങളൊക്കെ നിങ്ങളെ ബാധിക്കാൻ തുടങ്ങുന്നു. എപ്പോഴും തുമ്മലും ജലദോഷവും പനിയും വയറുവേദനയും തലവേദനയും അതൊക്കെ വന്നുകൊണ്ടിരിക്കും. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് റിലേറ്റഡ് ഡിസീസസ്, പോഷകാഹാര കുറവുകൊണ്ടുള്ള പല പല അസുഖങ്ങൾ. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഒരുപാട് അസുഖങ്ങളുണ്ട്, ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. വെയിറ്റ് മാനേജ്മെന്റ് മന്ത്ര. അപ്പോ ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിൽ കിടക്കാം. അപ്പോ പട്ടിണി കിടന്ന് വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കരുത് എന്ന കാര്യം ആദ്യം മനസ്സിലാക്കുക. വെയിറ്റ് മാനേജ്മെന്റ് മന്ത്ര എന്താണ് നോക്കാം. വെയിറ്റ് മാനേജ്മെന്റ് മന്ത്ര: റിഡ്യൂസ് കലോറി ഇൻടേക്ക്. കൂടുതൽ കലോറിയുള്ള ഭക്ഷണം കുറച്ചാൽ മതി, തീർച്ചയായിട്ടും ശരീരം വണ്ണം കുറയ്ക്കാൻ പറ്റും. ഫോക്കസ് ഓൺ പ്രോട്ടീൻ കൺട്രോൾ, പോർഷൻ കൺട്രോൾ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു പ്ലേറ്റ് നിറച്ച് ചോറ് വിളമ്പുന്ന ആക്കാറുണ്ട്, കാലത്തും ഉച്ചക്കും വൈകിട്ടും ചോറ് ഇരുന്ന് ആക്കാറുണ്ട്. എനിക്ക് എന്നെ പല ഫ്രണ്ട്സും ഉണ്ട്, അവർക്ക് ചോറ് ഇഷ്ടം. എനിക്കും വളരെ ഇഷ്ടം ചോറായിരുന്നു. കാര്യം ഞാനും അമ്മയും കൂടി ഭക്ഷണം കഴിക്കാതിരുന്നാല് ഇത് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കും. ഞാൻ മതി എന്ന് പറഞ്ഞാലും മതിയോടാ അതെ ഇട്ടോ 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 പറയും, അങ്ങനെ കഴിക്കുന്ന ആളാ. അപ്പൊ എനിക്ക് 102 കിലോ തൂക്കം വന്ന വ്യക്തിയാണ്. ഇപ്പൊ ഇത് കുറച്ച് ഈ ഇത്ര ആക്കിയെടുത്തതിന് ഒരു വലിയ താങ്ക്സ് പറയുന്നത് മോദി കെയറിന്റെ വെയിറ്റ് മാനേജ്മെന്റ് മന്ത്രയ്ക്കാണ്. ഇപ്പോ ഫോക്കസ് ഓൺ പോർഷൻ കൺട്രോൾ. നമുക്ക് കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് ഇപ്പൊ ചോറാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിൽ പകുതിയാക്കണം, അല്ലെങ്കിൽ 3 ആക്കണം. ഒരു ബൗള് ചോറ് കഴിക്കാൻ നോക്കുക. പ്രയോറിറ്റൈസ് ന്യൂട്രിയന്റ് ഡെൻസ് ഫുഡ്. പോഷകാഹാരമുള്ള ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടുത്തണം. അവോയ്ഡ് ഹൈ കലോറി പ്രോസസ്ഡ് ഫുഡ്. വറുത്തതും പൊരിച്ചുള്ള സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുക. ദയവ് ഇത് തട്ടുകടയിൽ നിന്ന് വാങ്ങിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുക. അവിടുത്തെ ഉപയോഗിക്കുന്ന എണ്ണയും അവിടെ ഉപയോഗിക്കുന്ന മസാലകളൊക്കെ അത്ര പല പല ബോണ്ടിങ്ങുള്ള ടേസ്റ്റ് കൂടാനുള്ള പല സാധനങ്ങളും ചേർക്കുന്നുണ്ട്. അജിനോമോട്ടോ, മയോനൈസ്, ഇതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന് ഇപ്പോഴത്തെ കാലത്ത് കുറെ റിപ്പോർട്ടുകൾ വരുന്നത് മനസ്സിലാക്കാം. ഉപയോഗിക്കുന്ന എണ്ണകളിൽ 40ഓളം കമ്പനികളെ നമുക്ക് ഇവിടെ അവരെ ബാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ എണ്ണകളൊക്കെ സുലഭമായിട്ട് അങ്ങനത്തെ എണ്ണകളൊക്കെ നാട്ടിൽ ലഭ്യമാണ്. അപ്പോ അവോയ്ഡ് ഹൈ കലോറി പ്രോസസ്ഡ് ഫുഡ്, ദെൻ സ്റ്റേ ഹൈഡ്രേറ്റഡ് ടു മാനേജ് ഹങ്കർ. എപ്പോഴും ശരീരത്തിനകത്ത് വെള്ളം ധാരാളം കുടിക്കാൻ ശ്രമിക്കണം. വെള്ളം ഒരു ദിവസം 3 ലിറ്റർ വെള്ളം കുടിക്കണം. കാലത്തോട്ട് ഒരു 10 മണി വരെ സമയത്ത് നമുക്കൊരു 1 ലിറ്റർ കഴിച്ചിരിക്കണം. 10 തൊട്ട് 1 മണി വരെ സമയത്ത് 1 ലിറ്റർ കഴിച്ചിരിക്കണം. ഒരു 2 മണി തൊട്ട് വൈകിട്ട് വരെ സമയത്ത് ഒരു 1 ലിറ്റർ കഴിച്ചിരിക്കണം. ഒരു 3 ലിറ്റർ വെള്ളം നിങ്ങളുടെ ശരീരത്തിൽ മിനിമം ആവശ്യമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും ശരീരത്തിൽ ഫോം ചെയ്യും. ദെൻ ഇൻക്രീസ് കലോറി എക്സ്പെൻഡിച്ചർ. അടുത്ത കാര്യം, നമുക്ക് നമ്മുടെ കലോറി ചെലവാക്കി കളയണം. അതെങ്ങനെ ചെലവാക്കും? എക്സസൈസ് ചെയ്യണം. അതൊരു ഞാനും വൈഫ് കൂടി സ്റ്റേഡിയത്തിൽ പോയി ഞങ്ങൾ ഓട്ടവും നടക്കുകയും ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് അത് നമ്മൾ ഇഷ്ടപ്പെടുകയാണ്. കാരണം നമ്മുടെ ബോഡിയോട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബോഡി നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഇന്ന് തുടങ്ങി വ്യത്യസ്തമായ രീതിയിൽ കാണണം. ഇംപ്രൂവ് മെറ്റബോളിസം. നിങ്ങളെ ദഹന പ്രക്രിയ പ്രോപ്പർ ആക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ കഴിക്കാൻ ശ്രദ്ധ കാണിക്കണം. ഉപാപചയ പ്രവർത്തനങ്ങൾ കറക്റ്റാക്കി വരണം. അതാണ് ഇംപ്രൂവ് മെറ്റബോളിസം. ദെൻ ഗെറ്റ് സഫീഷ്യന്റ് സ്ലീപ്പ്. നമുക്ക് അഡിക്വറ്റ് റിലാക്സേഷൻ സ്ലീപ്പ് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. 7 to 8 മണിക്കൂർ മിനിമം നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കണം. ഒരുപാട് ലേറ്റ് നൈറ്റ് പ്രോഗ്രാംസ് കംപ്ലീറ്റ് കട്ട് ചെയ്യണം. അത് ആരോഗ്യത്തിനെ നന്നായി ബാധിക്കുന്നുണ്ട്. ഈ ഉറങ്ങുന്ന സമയത്താണ് ശരീരത്തിന് റിപ്പയർ വർക്ക് നടക്കുന്നത്. അപ്പൊ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള വിറ്റമിൻസും മിനറൽസും കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ മോദി കെയറിന്റെ ആ വിറ്റമിൻസ് മിനറൽസും ബെസ്റ്റ് സൂട്ടബിൾ സംഗതിയാണ്. ആ പ്രോട്ടീൻ പൗഡറും പീ പ്രോട്ടീനുള്ള എല്ലാ പ്രോട്ടീനും
കംപ്ലീറ്റ് 9 എസെൻഷ്യൽ അമിനോ ആസിഡ് ഉള്ള ലോകത്തിലെ അപൂർവം പ്രോട്ടീൻ എന്നാണ് മോദിക്കേണ്ട വി പ്രോട്ടീനും നമ്മുടെ ഓൾ പാൻ പ്രോട്ടീനും അടക്കം. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ മാനേജ് സ്ട്രെസ് എഫിഷ്യൻസി, നമ്മൾ എഫക്റ്റീവ്ലി നമ്മുടെ ടെൻഷൻ ഒഴിവാക്കാൻ നമ്മൾ എപ്പോഴും യോഗ പോലെ കാര്യം പ്രാക്ടീസ് ചെയ്യുക, മനസ്സിന്റെ ടെൻഷൻ എപ്പോഴും കുറയ്ക്കാനുള്ള കാര്യങ്ങളിലേക്ക് തിരിയുക, എപ്പോഴും എൻഗേജഡ് ആവുക, ഒരാളുടെ കുറ്റവും കുറവും കണ്ട് ഡിസ്കസ് ചെയ്യാതിരിക്കുക, അങ്ങനത്തെ ആ ഗ്യാങ്ങിൽ നിന്നൊക്കെ മാറി നിൽക്കുക. ഡാൻസ്, പാട്ട്, സൂംബ ഡാൻസ്, എക്സസൈസ്, അങ്ങനത്തെ റെജീമിലേക്ക് പങ്കെടുക്കുന്ന അങ്ങനത്തെ വെൽനസ് ക്ലബിലേക്ക് നിങ്ങളെല്ലാം അസോസിയേറ്റ് ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമുണ്ട്, എസ്പെഷ്യലി ആഫ്റ്റർ കൊറോണ. പോസ്റ്റ് കൊറോണ സിൻഡ്രത്തിൽ ഭയങ്കര വ്യത്യാസമാണ് വരുന്നത്. ഇനി ഷേപ്പ് ഷിഫ്റ്റ്, ഹെൽത്തി വെയിറ്റ് മാനേജ്മെന്റ് ത്രൂ ഫാറ്റ് ലോസ്. എന്റെ ശരീരത്തിലെ ഫാറ്റ് 9 കിലോ കുറയ്ക്കാൻ സഹായിച്ചത് മാത്രമല്ല, ഇന്ന് ഇന്ത്യയിലെ 60 കോടി ജനങ്ങളുടെ പ്രതീക്ഷയായിട്ട് ഈ കമ്പനി മാറുകയാണ്. എനിക്ക് മാറിയപ്പോൾ എന്റെ കോൺഫിഡൻസ് വളരെ ഹൈ ആയി. ഇത് എത്ര പേർക്ക് ഒരു ദിവസം പറയാൻ പറ്റുന്നു? ഇന്നും ഞാനത് പറഞ്ഞോണ്ടിരിക്കുക. ഇന്നലെയും പറഞ്ഞു, മിനിഞ്ഞാന്നും പറഞ്ഞു, നാളെയും പറയും. എനിക്ക് പറ്റാവുന്ന എത്ര പേര് എത്തിക്കാമോ അത്രയും പേര് എത്തിക്കാൻ. നമുക്ക് ഒരു ദിവസം ഒരാളെങ്കിലും വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ ഷേപ്പ് ഷിഫ്റ്റ് വെയിറ്റ് കൺട്രോൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് 8 തരത്തിലുള്ള ഫ്ലേവറുള്ള ഷെയ്ക്കാണ് നമുക്ക് കിട്ടുന്നത്. എല്ലാം നാച്ചുറൽ ഓർഗാനിക് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അതിന്റെ ആ ബോക്സിൽ കാണുന്നത് അതിന്റെ സാഷേസ് ആണ്. ആ ഒരു ചെറിയ ഡെപ്പ കാണുന്നുണ്ട്, അത് കാണുന്നത് അതിന്റെ ഫാറ്റ് ബേണിംഗ് ക്യാപ്സൂളാണ്, മറ്റേ ഫാറ്റ് ബേണിംഗ് പ്രീമിക്സ് ആണ്. ബാക്കി മുഴുവൻ 8 കാണുന്നത് ഇതിന്റെ ഡിഫറെന്റ് ഫ്ലേവറിലുള്ള അതിന്റെ മീൽ റീപ്ലേസ്മെന്റ് ന്യൂട്രീഷൻ ഷേക്കാണ്. കാരണം അതിനകത്തെല്ലാം പ്രോട്ടീനും വിറ്റമിൻസും മിനറൽസും ഡയറ്ററി ഫൈബർ എല്ലാം അതിനകത്തുണ്ട്. ഭക്ഷണത്തിൽ പാകമുള്ള സംഗതിയാണ്. അതെങ്ങനെ കഴിക്കുന്നത് എന്താണ് നമുക്ക് നോക്കാം. യുവർ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ജസ്റ്റ് 90 days, 90 ദിവസം കൊണ്ട് അത്ഭുതം ഉണ്ടാക്കാം. ഈ കാണുന്ന മഹാനായിട്ടുള്ള, എനിക്ക് ഏറ്റവും ഇന്ന് ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയിലൊന്നാണ് അദ്ദേഹം, മിസ്റ്റർ സമീർ കെ മോദി. ഈ കമ്പനിയുടെ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണം ഇദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണ്. ഇദ്ദേഹം സ്വന്തം വെയിറ്റ് 120 കിലോയിൽ നിന്ന് 80 കിലോയിട്ട് കുറച്ചാണ്. 40 കിലോ സ്വന്തം വെയിറ്റ് കുറച്ച് ഈ പ്രൊഡക്റ്റ് ആദ്യം മാനുഫാക്ചർ ചെയ്ത് കഴിച്ചത് അദ്ദേഹമാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ സ്റ്റാഫിന്, ഇന്ത്യയിലെ 100ഓളം ഓഫീസുകളിലുള്ള അതിന്റെ സ്റ്റാഫിന് വണ്ണമുള്ള ആൾക്കാർ കൊടുത്തു. അവരുടെ വണ്ണം കുറച്ചു. അദ്ദേഹത്തിന് കുറച്ചതും അവരുടെ വണ്ണം കുറച്ചതും ഇന്ന് ചരിത്രമായി മാറി. സ്വന്തം വണ്ണം കുറിച്ചിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കാന്നതിന്റെ അതിന്റെ പ്രൊഡക്റ്റിന്റെ കണ്ടന്റ് ഇനി പറയാൻ പോകുന്നത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പൊ 90 ദിവസം കൊണ്ട് നിങ്ങളുടെ വണ്ണം കുറയ്ക്കാവുന്ന കാര്യം ഗ്യാരണ്ടിയാണ്. വിത്ത് ഷേപ്പ് ഷിഫ്റ്റ് ഇതിന് റെജീം നോക്കാം. ലൂസ് അപ് ടു 4 കിലോഗ്രാം ഇൻ 30 days. ഒരു 4 കിലോഗ്രാം വരെ 30 ദിവസത്തിന് കുറയ്ക്കാൻ പറ്റും. വിത്ത് ഷേപ്പ് ഷിഫ്റ്റ് 1 to 2 റൂട്ടീൻ എ ഡേ. ഉണ്ടോ? ഒരു ദിവസം കാലത്ത് 1, പിന്നെ 2, പിന്നെ 2. അതെന്താന്ന് പറഞ്ഞുതരാം. റൂട്ടീൻ എ ഡേ യു നാച്ചുറലി ക്രിയേറ്റ് എ കലോറി ഡെഫിസിറ്റ് വിതൗട്ട് എക്സ്ട്രീം ഡയറ്റിംഗ്. ഒരു ഡയറ്റിംഗ് ഇല്ലാണ്ട്, ഒരു പട്ടിണിയും കിടക്കാതെ നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ, നിങ്ങളുടെ എല്ലാ ശരീരത്തിനും എല്ലാ പോഷകാഹാരം നൽകിക്കൊണ്ട് തന്നെ, കലോറി ഇൻടേക്ക് കുറച്ചുകൊണ്ട്, കലോറി നമുക്ക് ബേൺ ചെയ്യിച്ചുകൊണ്ട്, അതിനെ കലോറി ബേൺ ചെയ്യിച്ച് മുഴുവൻ ഊർജ്ജമാക്കി മാറ്റിക്കൊണ്ട് ഒരു സൂപ്പർ പ്രോഗ്രാമാണ് തരാൻ പോകുന്നത്. ജസ്റ്റ് വാച്ച് ചെയ്യും. സോ നമുക്ക് അതിലേക്ക് കിടക്കാം. എന്താ 120? ഇതൊരു 30 days സ്റ്റാർട്ടർ പാക്കാണ്. ഷേപ്പ് ഷിഫ്റ്റിന്റെ 30 days സ്റ്റാർട്ടർ പാക്കാണ്. അതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 3 ഫ്ലേവേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാം. വാനില വേണോ, ചോക്ലേറ്റ് വേണോ, ബനാന വേണോ, അല്ലെങ്കിൽ കുൽഫി വേണോ, അല്ലെങ്കിൽ സ്ട്രോബെറി വേണോ, എന്താണോ 8 ഉള്ളത് ആ 8 നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആ ബോക്സിൽ കാണുന്നതാണ് നമ്മുടെ സാഷെ. അപ്പോൾ ഒരു ടാബ്ലറ്റ് ഫാറ്റ് ബേൺ ക്യാപ്സൂൾ ഒരെണ്ണം കാലത്ത് ഭക്ഷണം എപ്പോഴാണ് കഴിക്കുന്നത് അതിന് അരമണിക്കൂർ മുമ്പ് കഴിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഫ്ലേവർ, അതിനകത്ത് ഒരു ഫ്ലേവറിന്റെ ആ പെട്ടി ഇത് ബോക്സ് അൺലോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് അവിടെ ഒരു 20 ഗ്രാമിന്റെ സ്കൂപ്പ് ഉണ്ട്. ആ ഒരു സ്കൂപ്പ് നിങ്ങൾ ഒരു 300 ml വെള്ളം എടുക്കുക, പാലെടുക്കുക, സ്കിംഡ് മിൽക്ക് എടുക്കുക. സ്കിംഡ് മിൽക്ക് വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പാലെടുത്തിട്ട് അതിനകത്ത് പാട കളഞ്ഞ അരിച്ച പാലെടുത്തിട്ട് അതെടുത്ത് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് കഴിക്കാം. അത്രേ ഉള്ളൂ. അത് വേണമെങ്കിൽ ഇത് ഇത്രയും കണ്ടന്റ് എന്തുണ്ടാവും ഈ സ്റ്റാർട്ടർ പാക്കിനകത്ത്. 30 ദിവസം കഴിക്കാനുള്ള പ്രൊഡക്റ്റ് കാണുന്നത്. ഇതൊരു വണ്ടർഫുൾ പാക്കാണ്. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോട്ടീനും കൂടി, ഇതിനകത്ത് പ്രോട്ടീൻ ഉണ്ട്. പ്രോട്ടീൻ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നമുക്ക് പ്രോട്ടീൻ കൂടി എക്സ്ട്രാ വേണേൽ ആഡ് ചെയ്യാം. ഒമേഗ 3 എക്സ്ട്രാ ആഡ് ചെയ്യും. ഇതിനകത്ത് അതൊന്നും വേണമെന്നില്ല.
നോർമൽ ലെവൽ ഇത്രയും കഴിച്ച് നമുക്ക് വണ്ണം കുറയുന്ന കാര്യം ഗ്യാരണ്ടിയാണ്. ഞാൻ കുറച്ചുകൂടി ഇതിനെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം. പല പല കാര്യങ്ങൾ നമുക്ക് ഞാൻ ആഡ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. വെയിറ്റ് കൺട്രോൾ വേണ്ടി ചെയ്യേണ്ടത് ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക. 2 നേരം കഴിക്കണം. ഒരു 10 കിലോ തൂക്കം നമുക്ക് കുറയാനുണ്ട്, തീർച്ചയായിട്ടും രണ്ട് നേരം കഴിക്കണം. 3 മാസം കഴിച്ചാൽ ഈ വണ്ണം 10 കിലോ നിങ്ങൾ വളരെ സേഫ് ആവും. നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആരോഗ്യത്തിന് നേട്ടം അവിശ്വസനീയമായിരിക്കും. എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് പല പല കോംപ്ലിക്കേഷൻ ആയിരുന്നു, അതിന് തിരിച്ചു വരാൻ സാധിച്ചു. കേട്ടോ, 7:30 മണിക്ക്, ഇപ്പോൾ 8 മണിക്കാണ് ഭക്ഷണം കഴിക്കുന്നത്, 7:30 മണിക്ക് 30 മിനിറ്റ് മുമ്പ് ഭക്ഷണത്തിന്, നമ്മൾ 8 മണിക്കാണ് ഭക്ഷണം കഴിക്കുന്നത്, അരമണിക്കൂർ മുമ്പ് 7:30 മണിക്ക് ഒരു ഫാറ്റ് ബർണർ ക്യാപ്സൂൾ കഴിച്ചു. വെള്ളം കുടിക്കും. ഇനി വെള്ളം ആണ് പ്രധാനപ്പെട്ട ഘടകം കേട്ടോ. വെള്ളം കുടിച്ചു. ദെൻ 8 മണിക്ക് ഒരു സ്കൂപ്പ് 300 ml സ്കിംഡ് മിൽക്ക് അല്ലെങ്കിൽ പാല്, അരിച്ച പാല് എടുത്ത് അതിനകത്ത് മിക്സ് ചെയ്തു നിങ്ങൾ കഴിച്ചു. മോർണിംഗിലെ ബ്രേക്ക്ഫാസ്റ്റ് അതാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ വിറ്റമിൻസും മിനറൽസും കലോറികളും കിട്ടിക്കഴിഞ്ഞു. ദെൻ ഒരു 12:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സാഷേ, ആ ബോക്സിൽ സാഷേ ഉണ്ട്, ആ സാഷേ എടുക്കുക. അതൊരു 100 ml വെള്ളത്തില് കലക്കുക, ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കുക. ചായ കുടിക്കുക. സിമ്പിൾ, കട്ടൻ ചായ കുടിക്കുക. ഇത് രണ്ടും എന്താ ചെയ്യണമെന്നറിയോ? നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന ഫാറ്റിനെ ബേൺ ചെയ്യിച്ചിട്ട്, കാലത്ത് ഭക്ഷണത്തിന് അരമണിക്കൂർ കഴിക്കുന്ന നമ്മുടെ ക്യാപ്സൂൾ ആണെങ്കിലും ഈ അതിന് സാക്ഷയാണെങ്കിലും രണ്ടും ചെയ്യുന്ന കാര്യം നമ്മുടെ ശരീരത്തിൽ കിടക്കുന്ന കൊഴുപ്പിനെ കട്ട് ചെയ്ത് നേരെ അത് എനർജിയാക്കി മാറ്റത്തിലാണ്. നമുക്ക് ആ ഫീലിങ്സ് നമുക്ക് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞ ശേഷം നേരത്തെ കണ്ടന്റൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് കഴിഞ്ഞ ശേഷം ഉച്ചയ്ക്ക് ലഞ്ച് എങ്ങനെ കഴിക്കണം? ലഞ്ച് കഴിച്ചു, കുഴപ്പമില്ല. ഒരു നേരം നിങ്ങൾ ചോറ് കഴിച്ചോളൂ. ചോറ് നമ്മൾ ഒരു ബൗളാക്കുക. ഒരു ബൗൾ, ഒരു ചെറിയ പാത്രത്തിൽ മാത്രം ചോറ് എടുക്കുക. അധികം ചോറ് എടുക്കുക. 4-1 ചോറ് മാറ്റി ബാക്കി ഭാഗത്ത് 3 ഭാഗവും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള കലോറി കുറഞ്ഞുള്ള ഐറ്റംസ് കയറുക. വറുത്തം പൊരിച്ചൊക്കെ ഒഴിവാക്കുക. ചിക്കൻ കറി ഓക്കെ ആവാം, മീൻ കറി വേണമെങ്കിൽ ആവാം, കുഴപ്പമില്ല. പ്രോട്ടീൻസ്, വിറ്റമിൻസുള്ള പച്ചക്കറികളുള്ള, ഗ്രീൻ ടീനുള്ള, ഇപ്പൊ കൊടപ്പൻ അല്ലെങ്കിൽ ചീരക്കറി, ചീര വറുത്തത്, ആ ചീര ഒലത്തിയത്, അങ്ങനത്തെ ഐറ്റംസ് വറുത്തതൊക്കെ ഒഴിവാക്കി അങ്ങനത്തെ ഐറ്റംസ് ഈ 3 മാസം ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ഉച്ചക്കത്തെ ലഞ്ച് ഓക്കെ, നിങ്ങളുടെ ആരോഗ്യത്തിൽ നല്ല മാറ്റം വന്നു. ഇനി കലോറിനെ കുറിച്ച് പറയാം. 4 മണിക്ക് പിന്നെ സാഷെ, പിന്നെ അടുത്ത് കഴിക്കുന്നുണ്ട്. ഈ സാഷെ കഴിച്ചു കഴിഞ്ഞാൽ 12 മണിക്ക് സാഷെ കഴിച്ചു, 12 മണിക്ക് സാഷെ കഴിച്ചു. നമുക്കൊരു 1 മണിക്കൂറിന് ശേഷം, 2 മണിക്കൂറിനകം നമുക്ക് ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാം. അതുപോലെ 4 മണിക്ക് നമ്മൾ സാഷ കഴിച്ചു, ഒരു 3 മണിക്കൂറിനകം നമുക്ക് എന്ത് ചെയ്യാം, രാത്രിത്തെ സപ്പർ അല്ലെങ്കിൽ ഡിന്നർ ആ ഒരു 7 മണിക്ക് 7:30 മണിക്ക് കഴിച്ചിരിക്കണം. അതെന്താ കാരണം? നമുക്ക് സാഷ കഴിച്ച പിന്നെ കുറച്ചു നേരത്തേക്ക് വിശക്കുണ്ടാവില്ല. വിശപ്പൊക്കെ അവൻ കൺട്രോൾ ചെയ്യും. ഫാറ്റിനെ ബേൺ ചെയ്യിച്ച് നമുക്ക് പതുക്കെ നമ്മുടെ ശരീരത്തിന് വളരെ വലിയ രസകരമായ പ്രവർത്തനം നടക്കുകയാണ്. അതുകൊണ്ട് അവരെ ഊർജ്ജമൊക്കെ മാറ്റുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഊർജ്ജമൊക്കെ ഉണ്ടാവും. ആ ഒരു 3 മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് പതുക്കെ വിശപ്പ് തുടങ്ങും. ആ നേരത്ത് കൃത്യമായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കണം. ഭക്ഷണം 7 മണിക്ക് കഴിച്ചാൽ 10 മണിക്ക് നിന്ന് ഉറങ്ങാൻ സാധിക്കണം. ഇനി അഥവാ പറ്റാത്ത വ്യക്തിയാണെങ്കിൽ ചെയ്യേണ്ട കാര്യം, ആ 7 മണി സമയത്ത് എന്തെങ്കിലും സാലഡ്, കലോറി ഇല്ലാത്ത ഇല്ല ഫ്രൂട്ട് സാലഡ്, അങ്ങനത്തെ സാലഡ് മാത്രം, ഐസ്ക്രീം ഒന്നും കഴിക്കരുത്, ബിരിയാണി ഒന്നും കഴിക്കരുത്. ആ രാത്രി നമ്മൾ ഇത് കഴിക്കാനുള്ളതാണ്, ഷെയ്ക്ക് കഴിക്കാനുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അച്ചടക്കം കാണിക്കേണ്ട ആ ഭാഗത്തും. ഇതിനകത്ത് അച്ചടക്കം കൊണ്ടാണ് ഈ സാധനം പ്രത്യേകിച്ച് അത്ഭുതകരമായി മാറ്റണ്ടാക്കുന്നത്. നമുക്ക് സെൽഫായിട്ടൊരു ഡിസിപ്ലിൻ ഇതിന് അത്യാവശ്യമാണ്. സോ 7 മണിക്ക് കഴിക്കാൻ പറ്റില്ല, അപ്പോൾ കുറച്ച് സാലഡ് കഴിച്ച ശേഷം എപ്പോഴാണോ രാത്രി സാക്ഷെ ഈ മീൽ റീപ്ലേസ്മെന്റ് ന്യൂട്രീഷൻ ഷേക്ക് കഴിക്കുന്നത്, അതിന് ഒരു 2 മണിക്കൂർ മുമ്പ് നമ്മൾ തയ്യാറാവുക. എന്നിട്ട് നമ്മൾ ഈ സാലഡ് കഴിച്ച ശേഷം അതിനുശേഷം ആ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുക. ഉറങ്ങണീന് ഒരു 2 മണിക്കൂർ മുമ്പ് 3 മണിക്കൂർ മുമ്പ് ഇത് കഴിച്ചിരിക്കണം. നമ്മൾ ഒരു നീണ്ടു പോരുത്. മാക്സിമം 10 മണി 10:30 മണിക്കൂറിൽ കിടക്കാൻ നോക്കണം. അതിന് ആവശ്യമുണ്ട്. ആ ഉറക്കം രാത്രി ഇപ്പോൾ നിങ്ങൾ 10 മണിക്കാണ് ഉറങ്ങണമെന്ന് ആലോചിച്ച് നോക്കുക. രാവിലെ 8 മണിക്കാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത്. ആ ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ഗ്യാപ്പ് 12 മണിക്കൂർ ഗ്യാപ്പ് ഒന്നും കിട്ടുന്നുണ്ട്. കാരണം നിങ്ങൾ 7 മണിക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ട് രാത്രി ഒരു 12 മണിക്കൂർ ഇന്റർമീഡിയന്റ് ഫാറ്റ് പതുക്കെ ബേൺ ചെയ്ത് പോകും. എഴുന്നേറ്റിരിക്കുകയാണെങ്കിൽ നമുക്ക് ഉറക്കം പിന്നെ വിശപ്പ് വന്നു, അതും ഇതൊക്കെ എടുത്ത് കഴിക്കാൻ തോന്നും. അപ്പൊ അത് ഒഴിവാക്കാൻ പറ്റും. ഇത് ശ്രദ്ധിക്കുക. ഈ വെയിറ്റ് കൺട്രോൾ വേണ്ടത്. ഇനി വെയിറ്റ് മാനേജ്മെന്റ് ആണെങ്കിൽ ഇത് എന്തൊക്കെയാണ് നോക്കാം.
മീൽ റീപ്ലേസ്മെന്റ് ന്യൂട്രീഷൻ ഷേക്കിനകത്ത് സോയും വേ പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്. ഉണ്ടോ? അത് വലിയ അനുഗ്രഹമാണ്. നമ്മുടെ ഈ ട്രാൻസ്ഫോർമേഷൻ ജേണി നിങ്ങൾ ശരിക്കും അറിയണം. എന്തുമാത്രം സയൻസ് ആണ് എന്ത് വർക്ക് ചെയ്യുന്നത്. ഈ സയൻസ് എന്താണ് അറിയണം. സോയും വേയുടെയും പ്രോട്ടീൻ ഇത് ആഡ് ചെയ്യുന്നുണ്ട്. ഫൈബർ ബ്ലെൻഡ് ഇതിനകത്തുണ്ട്. സോയ് ഫൈബർ, ഓട്ട് ഫൈബർ, സൈലിക് ഹസ്ക്, സ്നിഗ്ധ ജീരകം എന്നൊക്കെ പറയും. സ്നിഗ്ധ ജീരകം. അപ്പൊ സോയുടെ ഫൈബറും ഓട്ട് ഫൈബറും ഉണ്ട്. അപ്പൊ ഫൈബറുകളാണ് വയറ് നിറഞ്ഞായിട്ട് തോന്നുന്നു. ഉണ്ടാവും. എൻഡിജിൻ വിത്ത് പ്രീ ആൻഡ് പ്രോബയോട്ടിക്സ് വിത്ത് ആക്റ്റീവ് എൻസൈം. നമുക്ക് വേണ്ട കുറെ എൻസൈമുകളുണ്ട്. ആ എൻസൈമുകളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. വിറ്റമിൻസ്, മിനറൽസ് ആൻഡ് എക്സ്ട്രാക്ട്സ് ബ്ലെൻഡ്, അതെ, അതിന്റെ എക്സ്ട്രാക്ട്സ് ആണ്. അപ്പൊ അതോടെ നമുക്ക് എല്ലാ കാര്യങ്ങളും ആ മീൽ റീപ്ലേസ്മെന്റ് ന്യൂട്രീഷൻ കഴിക്കുന്നതുണ്ട്. അപ്പൊ ഹെൽത്തി മീൽ ആ 2 നേരം കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഇത് വലിയ അനുഗ്രഹമാണ്. മീൽ റീപ്ലേസ്മെന്റ് ന്യൂട്രീഷൻ ഷേക്കിനകത്ത് സോയ് പ്രോട്ടീൻ ഐസൊലേറ്റ് ഉണ്ടോ? ഇത് ശ്രദ്ധിക്കുക. സോയ് പ്രോട്ടീൻ ഐസൊലേറ്റ്, വേ പ്രോട്ടീൻ, ഇത് മസിൽ സ്ട്രെങ്ത്തിന്, മസിൽ ഗ്രോത്തിന് സഹായിക്കും. ഉണ്ടോ? റിപ്പയറിന് സഹായിക്കുന്നു. ആൻഡ് വെയിറ്റ് മാനേജിന് സഹായിക്കുന്നു. വിറ്റമിൻസ് ആൻഡ് മിനറൽസ് ബ്ലെൻഡ്, ഇത് ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു, എനർജി ലെവൽ കറക്റ്റാക്കി തരുന്നു, പ്രതിരോധ ശക്തി കൂട്ടി തരുന്നു, മെറ്റാബോളിസം കറക്റ്റാക്കി തരുന്നു. ആ കാര്യം ചെയ്തു. ഈ ഫൈബർ ബ്ലെൻഡ്, സോയ് ഫൈബറും ഓട്ട് ഫൈബറും ഒക്കെ ഉള്ളത്, സൈലിക് ഹസ്ക്, ഇത് നമുക്ക് ആ കുട്ടിക്ക് ആവശ്യമുള്ള ഓവറോൾ വെൽനസ് തരുന്നു. ഈ പ്രീബയോട്ടിക് ഫൈബർ, അതിനകത്ത് ഒലിഗോസാക്കറൈഡ്സ് ആണ്. നമ്മുടെ കുടലിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ആവശ്യമുള്ള ഹെൽത്തി എലമെന്റ് ഉണ്ടാക്കാൻ ഇതിന്റെ നല്ല ബാക്ടീരിയ ഉണ്ട്. ആ നല്ല ബാക്ടീരിയ ആ പ്രോബയോട്ടിക് ഫൈബറിലുണ്ട്. അത് സഹായിക്കുന്നു. ജിഞ്ചർ എക്സ്ട്രാക്ട് ഉണ്ട്. ഇഞ്ചി, സാധാരണ ഇഞ്ചി, ഇത് ദഹനത്തിനും നമ്മുടെ ശരീരത്തിൽ നീരുവീഴ്ച ഇല്ലാതിരിക്കാനും ഒപ്പം മെറ്റാബോളിസം കൂട്ടാനും സഹായിക്കുന്നു. ഈ ട്രിപ്പിളസ് എക്സ്ട്രാക്ട്, ഗോകുരു, മേ സപ്പോർട്ട് എനർജി ലെവൽസ് ആൻഡ് ഫിസിക്കൽ പെർഫോമൻസ്. നമ്മുടെ ഫിസിക്കൽ പെർഫോമൻസ് സഹായിക്കാനും ഞെരിഞ്ഞിൽ സഹായിക്കുന്നു. ഒരു കോമ്പിനേഷൻ വേണ്ടോ? നമുക്ക് വേണ്ട എല്ലാ ഇനത്തിനും നമ്മുടെ നാടൻ ആയുർവേദ കണ്ടനാണ്. ഓൾ ഇൻഗ്രീഡിയൻസ് ടുഗദർ ഓഫേഴ്സ് എ പെർഫെക്റ്റ് ന്യൂട്രീഷൻ ഫോർ സസ്റ്റൈനബിൾ വെൽനസ് ആൻഡ് വെയിറ്റ് മാനേജ്മെന്റ്. വെയിറ്റ് മാനേജ്മെന്റിന് സഹായിക്കുന്ന ഒരു നല്ല കോമ്പിനേഷൻ ആണ്. ഇപ്പൊ നമ്മുടെ ഡൈജഷൻ കറക്റ്റായി, ന്യൂട്രിയൻസിന്റെ പോഷകാഹാരം വലിച്ചെടുക്കാനുള്ള കഴിവ് കൂട്ടി, മെറ്റബോളിസം കൂട്ടി, അങ്ങനെ എഫക്റ്റീവ് ആയിട്ടുള്ള ഹെൽത്ത് വെയിറ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഇതിനകത്തുള്ളത്, ഹെൽത്തി ആയിട്ടുള്ള. ഇവിടെ മീൽ റീപ്ലേസ്മെന്റ് ന്യൂട്രീഷൻ ഷേക്കിന്റെ ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ ബെനിഫിറ്റ്സ് പറഞ്ഞു തരിക. ഒന്ന്, ന്യൂട്രീഷൻ ബാലൻസ് കറക്റ്റ്, നമ്മുടെ ശരീരത്തിന്റെ പോഷകാഹാരത്തിന്റെ ക്രമീകരണം കറക്റ്റാക്കി തന്നു, നമ്മുടെ ഡൈജഷൻ കറക്റ്റാക്കി തന്നു, അതിനകത്തുള്ള എൻസൈംസും ഡയറ്ററി ഫൈബറൊക്കെ കൊണ്ട് നമ്മുടെ കുടലിന്റെ ആരോഗ്യം മെച്ചായി തന്നു. അപ്പറ്റൈറ്റ് കൺട്രോൾ, വിശപ്പിനെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ഹൈ പ്രോട്ടീനും ഫൈബറും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അത് അതിന്റെ വിശപ്പ് ഉണ്ടാകാതിരിക്കാനും അമിത ആർത്തി ഉണ്ടാകാതിരിക്കാനും സഹായിച്ചു. ദെൻ മസിൽ മെയിൻ്റനൻസ്, ഹൈ ക്വാളിറ്റി പ്രോട്ടീനും സപ്പോർട്ട്സ് മസിൽ ഗ്രോത്തിനും റിപ്പയറിനും സഹായിച്ചു. ദെൻ എനർജി ബൂസ്റ്റ് ചെയ്തു. എസെൻഷ്യൽ ന്യൂട്രിയൻസ് എല്ലാം ഉണ്ട്, നമുക്ക് വേണ്ട സപ്ലൈസ് കിട്ടി, നമ്മുടെ എനർജി കീപ്പ് ചെയ്തു. ലോ GI ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ്. കാര്യം ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് പറഞ്ഞാൽ നമുക്ക് കഴിക്കുന്ന ഫുഡിനെ അപ്പൊ തന്നെ ഊർജ്ജമാക്കി മാറ്റുന്നതാണെങ്കിൽ നമുക്ക് കറക്റ്റ് ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ലോ ആണെങ്കിലോ നോ ആഡ് ഷുഗറും ചേർക്കാത്തതുകൊണ്ട് ഇത് ലോ ഗ്ലൈസമിക്, പെട്ടെന്ന് അത് ഷുഗറായിട്ട് മാറ്റപ്പെടാതെ എനർജി ആയിട്ട് തന്നെ മാറ്റപ്പെടുക. കീപ്സ് ബ്ലഡ് ഷുഗർ ലെവൽ സ്റ്റേബിൾ. ഉണ്ടാവും ബ്ലഡ് ഷുഗർ ലെവലിനെ ക്രമീകരിക്കും. ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഷുഗർ കൂടത്തില്ല. മാർക്കറ്റിൽ ഇറങ്ങിയ മറ്റു കമ്പനികളുടെ ഷുഗർ ഇത് 1% ഉള്ളൂ, 1 ഗ്രാമേ ഉള്ളൂ, മറ്റേത് 8 ഗ്രാം ഉണ്ട്. അപ്പൊ അതിനേക്കാളും ലോകത്ത് അറിയപ്പെടുന്ന ആ ബ്രാൻഡിനേക്കാളും ഹയർ ക്വാളിറ്റിയിലാണ് ഇവിടെ ഇറക്കിയിരിക്കുന്ന ഈ പ്രൊഡക്റ്റ്. ഇത് എടുത്തുകൊണ്ട കാര്യമാണ്. ഫാറ്റ് പേഴ്സൻറ്റേജ് ഇത് വളരെ കുറവാണ്. പ്രോട്ടീനും വളരെ വളരെ പ്രോട്ടീനും ഇതിനകത്ത് ആവശ്യത്തിനകത്തൊക്കെ പ്രോട്ടീൻ ഇത് കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് താഴെ കൊടുത്തിട്ടുണ്ട് അവൈലബിൾ ഇൻ 8 എക്സൈറ്റിംഗ് ഫ്ലേവേഴ്സ്: ചോക്ലേറ്റ്, വാനില, മാംഗോ, കുൽഫി, റോസ് ഗീർ, ബനാന, കരാമൽ, സ്ട്രോബെറി, റിസമലായി. ഈ 8 ഫ്ലേവറിലാണ് കിട്ടുന്നത്. ഇനി മീൽ റീപ്ലേസ്മെന്റ് ന്യൂട്രീഷൻ ഷേക്കിന്റെ പ്രത്യേകത, ഇത് കാലത്തെ ഒരു സ്കൂപ്പ് 20 ഗ്രാം ആണ്. അതെടുക്കുമ്പോൾ നമുക്ക് വേണ്ട ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ട എല്ലാ പോഷകാഹാരവും അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. പ്ലസ് 300 ml സ്കിംഡ് മിൽക്ക് ആഡ് ചെയ്തു. നിങ്ങളുടെ കാലത്തെ ഷേക്കായി. ആ വെയിറ്റ് കൺട്രോളിന് സഹായിക്കുന്നത് 2 മീൽ ഡെയിലിയാണ് ഈ ഷേക്ക് മിക്സിനോട് കഴിക്കുമ്പോൾ. അപ്പൊ നമ്മൾ രണ്ട് നേരത്തെ ഭക്ഷണമാണ് അവിടെ റീപ്ലേസ് ചെയ്യുന്നത്. അപ്പൊ അത് സാധാരണ നമുക്കറിയാം കലോറി കൂടുതലായിരിക്കും നമ്മൾ സാധാരണ കഴിക്കുന്ന മീല്. ഇവിടെ ആ നേരത്ത് ഒരു സ്കൂപ്പിനകത്ത് 20 ഗ്രാം 200 ഗ്രാം വെച്ച് രാവിലെ വീണ്ടും കഴിക്കുമ്പോൾ 50 ഗ്രാമാണ് ഒരു ദിവസം കഴിക്കുന്നത്.
അപ്പൊ ഒരു ബോട്ടിലിനകത്ത് 500 ഗ്രാമാണ്. 10 ദിവസത്തേക്ക് ഈ പ്രൊഡക്റ്റ് കൃത്യം തീരും. കാലത്ത് നമുക്ക് കിട്ടിയത് 250 കലോറിയാണ്, വൈകിട്ട് കിട്ടിയത് 250 കലോറിയാണ്. ഉണ്ടോ? അത്രയും. സാധാരണ കാലത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു 500-600 കലോറി കിട്ടും, ഉച്ചക്ക് 600-700 കലോറി കിട്ടും, വൈകിട്ട് 800-900 കലോറി കിട്ടും. ഒരു ദിവസം 2000-2500 കലോറി കയറുന്ന നേരത്ത് ഇത് കഴിക്കുന്നതിലൂടെ ഇതിന്റെ ശാസ്ത്രം മനസ്സിലാക്കണം, സയൻസ് മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞ BMI നോക്കുക. 1900 ആണ് ആണുങ്ങൾക്ക് മുട്ട വേണ്ടത്, ലേഡീസിന് 1700 വേണ്ടത്. ഇവിടെ കാലത്തും ഉച്ചക്കും വൈകിട്ടും കൂടി ആകെപ്പെടെ 1000 കലോറിയെ ശരീരത്തിൽ കയറുന്നുള്ളൂ. 250 ഉച്ചക്കത്തെ 500 കൂട്ടുമ്പോൾ 500 കലോറിയെ കയറുന്നുള്ളൂ. ഇപ്പൊ എന്ത് മനസ്സിലായെന്ന്? ഒരു ദിവസം തന്നെ 800-900 കലോറി ശരീരത്തിൽ കയറാതെ പോവുകയാണ്. ഈ കുറവാണ് നമുക്ക് 7700 കലോറി ശരീരത്തിൽ കയറാതെ പോയി കഴിഞ്ഞാൽ 1 കിലോഗ്രാം കുറയും. അപ്പൊ ഒരു ദിവസം 700-800 കലോറി കയറാതെ പോയാൽ 10 ദിവസം കൊണ്ട് ഒരു 8000 കലോറി കുറയാൽ ഉറപ്പായിട്ടും 10 ദിവസം കൊണ്ട് 1 കിലോ കുറയുന്ന കാര്യം ഗ്യാരണ്ടിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ സയൻസ് ശരിക്കും മനസ്സിലാക്കണം. പിന്നെ ഫാറ്റ് ബേണർ ക്യാപ്സൂൾ നോക്കി, മെറ്റാബോളിക് ബൂസ്റ്റ് ആണ്. ഇത് എഫക്റ്റീവായിട്ട് ഫാറ്റിനെ ബേൺ ചെയ്യുകയും മെറ്റാബോളിസം കൂട്ടുന്നു. കൺട്രോൾസ് അപ്പറ്റൈറ്റ്, വിശപ്പിനെ അവൻ കൺട്രോൾ ചെയ്യുന്നു. മെയിൻറ്റെയിൻ ലീൻ മസിൽസ്, നമ്മുടെ മസിൽസിനെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു. ഇതിനകത്തുള്ള മെയിൻ കണ്ടന്റ് നോക്കി, ഫാറ്റ് ബേണർ ക്യാപ്സൂളിന്റെ മെയിൻ കണ്ടന്റ് നോക്കി, എത്ര മനോഹരമാണെന്ന്. റെഡ്യൂസസ് ഗ്രീൻ കോഫി ബീൻ എക്സ്ട്രാക്റ്റും, ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റും, ഗാർസിനിയ കാമ്പോജി എക്സ്ട്രാക്റ്റും, ഹരിതാക്കി ടെർമലിയ ടെബുള എന്ന് വെച്ചാൽ നമ്മുടെ കടുക്കയും ഉടമ്പുളിയും ഗ്രീൻ ടീയും ഗ്രീൻ കോഫിയാണ് ഉള്ളത്. ഗ്രീൻ കോഫി ചെയ്യുന്നതും ഗ്രീൻ ടീ ചെയ്ത് നോക്കുക. നമ്മുടെ ശരീരത്തിനടുത്തുള്ള ഫാറ്റിനെ റിഡ്യൂസ് അബ്സോർപ്ഷൻ ഓഫ് ഫാറ്റ് ആൻഡ് ഗ്ലൂക്കോസ് ഇൻ ദ ഗട്ട്. നമുക്ക് കിട്ടുന്ന ഫാറ്റിനെ അബ്സോർബ് ചെയ്യുന്ന രീതി മാറ്റി ഉണ്ടോ. ആൻഡ് ഗ്ലൂക്കോസ് ഷുഗർ ലെവൽ കൂടുന്നതിനെ കൺട്രോൾ ചെയ്തു. രണ്ടത് ലോവേഴ്സ് ഇൻസുലിൻ ലെവലിനെ ലോവർ ചെയ്തു. ഗ്രീൻ കോഫി എന്ന കാര്യമാണ്. അത് നമ്മുടെ മെറ്റാബോളിക് ഫംഗ്ഷൻ കറക്റ്റാക്കി തന്നു. ആക്ട്സ് ആസ് എ നാച്ചുറൽ അപ്പറ്റൈറ്റ്. സാധാരണയിൽ നമുക്ക് അപ്പറ്റൈറ്റ് വിശപ്പുണ്ടാക്കുന്നതിനെ സപ്രസ് ചെയ്തു ഉണ്ടോ. അതിന്റെ സപ്രസിന്റെ വർക്ക് ചെയ്യാണ് ഈ ഗ്രീൻ കോഫി. അത് നമുക്ക് ഫുഡിനോടുള്ള കഴിക്കാനുള്ള താല്പര്യം കുറച്ചു. അപ്പൊ രക്ഷപ്പെട്ടു. ഗ്രീൻ ടീ എന്താ ചെയ്യണത്? കാറ്റജിൻ ഹെൽപ്സ് ടു ബ്രേക്ക് ഡൗൺ എക്സസ് ഫാറ്റ്. കഴുത്തിലെ അമിതമായിട്ടുള്ള ഫാറ്റിനെ കട്ട് ചെയ്ത് ഊർജ്ജമാക്കി മാറ്റിത്തരും. ബോത്ത് കാറ്റജിൻ ആൻഡ് കഫീൻ ഹെൽപ്സ് ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് എനർജി എക്സ്പെൻഡിച്ചർ. അപ്പൊ നമ്മുടെ എനർജി ചെലവ് കൂടി കിട്ടി. ഈ ഗാർസിനിയ കാമ്പോജിയ ഉടമ്പുളി എന്താ ചെയ്യണത്? കൺവേർട്ട് കാർബോഹൈഡ്രേറ്റ്സ് ഇൻ ടു എനർജി. കാർബോഹൈഡ്രേറ്റ്സിനെ എനർജി ആയിട്ട് മാറ്റിത്തരും. ഇൻഹിബിറ്റ്സ് ഫാറ്റ് പ്രൊഡക്ഷൻ. നമ്മുടെ ഫാറ്റ് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കും ഉണ്ടാവും. ഫാറ്റ് പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യും. ആൻഡ് ബ്ലോക്സ് ലിവർ എൻസൈംസ്. അപ്പോൾ ഇൻഹിബിറ്റ്സ് ഫാറ്റ് പ്രൊഡക്ഷൻ, ബ്ലോക്സ് ലിവർ എൻസൈം ഫ്രം ബേണിംഗ് കാർബ്സ് ഇൻ ടു ഫാറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സിനെ ഫാറ്റ് ആക്കി മാറ്റുന്നതുകൊണ്ട് ലിവർ ഡാമേജ് ഉണ്ടാകുന്നില്ല. ഇതതിന്റെ സാരം. ക്ലിയർ അല്ലേ? റെഗുലേറ്റ്സ് മെറ്റബോളിസം. നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങളെ ക്രമീകരിച്ചു തരിക. ആൻഡ് ബോഡി വെയിറ്റ് വിത്ത് ലെപ്റ്റിൻ ലൈക്ക് ആക്ടിവിറ്റി. നമുക്ക് അതിനെ ശരീരത്തിന്റെ എനർജി കത്തിച്ച് കളയുന്നു, അല്ലെ ഫാറ്റിനെ കത്തിച്ച് കളയുന്നു. ഒപ്പം മെറ്റാബോളിസം കറക്റ്റായി തരുന്ന, ബോഡി വെയിറ്റ് കൂടുന്നില്ല. പിന്നെ ഹരിതാക്കി ടെർമിനൽ ചബൂല കടുക്ക എന്താ ചെയ്യണത്? ആ കടുക്കയുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയന്റ് മാത്രമേ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയന്റ് മാത്രം. വെറുതെ കടുക്ക ആഡ് ചെയ്യണ. അതിന് നമുക്ക് വണ്ണത്തിനെ കൺട്രോൾ ചെയ്യുന്ന, നേരത്തെ പറഞ്ഞ ടോക്സിൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കാര്യമാണ് കടുക്ക ചെയ്യുന്നത്. ഇംപ്രൂവ്സ് ഡൈജഷൻ ആൻഡ് മെറ്റബോളിസം. നമ്മുടെ ദഹനത്തെയും മെറ്റബോളിസം കൺട്രോൾ ചെയ്യുന്നു. റിഡ്യൂസ് ബോഡി ഫാറ്റ്. കൊഴുപ്പിനെയും മാറ്റിക്കളയാണ്. ഇത് ഒരു ക്യാപ്സൂൾ കഴിക്കുന്ന കാര്യമാണ്. ഇനി ഷേപ്പ് ഷിഫ്റ്റിന്റെ ഫാറ്റ് ബേണർ പ്രീമിക്സ്. ഇത് സിപ്പ് ബേൺ ഫാറ്റ് ആൻഡ് ട്രാൻസ്ഫോം. ഇതും ആ ഒരു ചായ കുടിക്കുമ്പോൾ ഫാറ്റിനെ ബേൺ ചെയ്യുന്നു. പതുക്കെ നമ്മൾ ബോഡിയുടെ ഷേപ്പ് നമ്മൾ ശരിക്കും കഴിഞ്ഞാൽ നമുക്ക് സ്വപ്ന നിലയമായ ആ ഷേപ്പിലേക്ക് നമ്മൾ തിരിച്ചു തരികയാണ്. എ റിഫ്രഷിംഗ് സൊല്യൂഷൻ ടു ആക്സലറേറ്റ് ഫാറ്റ് മെറ്റബോളിസം ആൻഡ് എനർജൈസ് യുവർ ബോഡി. ബോഡിനെ എനർജൈസ് ചെയ്യുന്നു. ലെമൺ ഫ്ലേവറാണ്, ലെമണിന്റെ ടേസ്റ്റ് അതിനകത്തുള്ളത്. ഗാർസിനിയ കമ്പോജിയും ജിഞ്ചർ എക്സ്ട്രാക്റ്റും ഗ്രീൻ ടീ എക്സ്ട്രാക്റ്റും പിപ്പർ എക്സ്ട്രാക്റ്റും ആണ്. അത് നേരത്തെ പറഞ്ഞ കടുക്കയും നമ്മുടെ ഗ്രീൻ ടീ, അതേപോലെ കുരുമുളകും ഇഞ്ചിയും കണ്ടന്റാണ്. അത്ര സിമ്പിളാണ്. ഇപ്പൊ അതിനകത്ത് ഇനി പറയേണ്ട കേസ് നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ. ഏതാണ്? പിപ്പറയും നോക്കുന്നത്
നമ്മുടെ മെറ്റാബോളിസം ബൂസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ന്യൂട്രിയൻസിന്റെ അവൈലബിലിറ്റി കൂടും ശരീരത്തിൽ. പിന്നെ ഫാറ്റിനെ പതുക്കെ പതുക്കെ ലോസ് ചെയ്യാനും നമ്മുടെ പിപ്പറയും അതായത് കുരുമുളക് സഹായിക്കുന്നു. ജിഞ്ചർ സഹായിക്കുന്നതാണ്. നമ്മൾ എക്സസ് ആയിട്ടുള്ള ഫാറ്റിനെ അത് ബ്രേക്ക് ചെയ്തിട്ട് അതിനെ പുറത്തു കളയുന്നു. ഓഫേഴ്സ് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ്, അതും ശരീരത്തിന് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ നോക്കുന്നു. ബാക്കി രണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോ ഇതിന്റെ ഈ കോമ്പിനേഷൻ ഒരു അസാധ്യമായി മാറുകയാണ്. നമ്മളൊരു 2 സാഷെ 2 നേരത്താണ് ഉപയോഗിക്കുന്നത് പറഞ്ഞു, 11 ഫേവർ ആണ്. ഇതോടുകൂടി നമ്മുടെ ഈ അണ്ടർസ്റ്റാൻഡിങ് പ്ലേറ്റ് കൺട്രോൾ, ഇനി പ്ലേറ്റിന്റെ കൺസെപ്റ്റ് പറഞ്ഞുതരാം. ആ പ്ലേറ്റ് നേരത്തെ പറഞ്ഞ കാര്യം, നമുക്ക് അതിനകത്ത് ഫ്രൂട്ട്സും പച്ചക്കറിയും പഴങ്ങളും കാർബോഹൈഡ്രേറ്റ്സ് കുറച്ചു, 200 ഗ്രാം പ്രോട്ടീൻ 200 ഗ്രാം ഗ്രെയിൻസ്, 10% ഡയറ്ററി, 20% ഫ്രൂട്ട്സ്, 20% വെജിറ്റേറിയൻ. എന്ത് രസം കാണാം അല്ലേ? ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇത് നമ്മൾ പരിശോധിക്കണം. അത് ചെയ്യാൻ പറ്റി, രക്ഷപ്പെട്ടു. അപ്പൊ നമുക്ക് പ്ലേറ്റ് കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായി. ഇതാണ് പ്ലേറ്റ് കൺസെപ്റ്റ്. മറ്റേ ഒരു നിറച്ച ചോറ്, ഇത്തിരി കറി, അത് മാറിയിട്ട് ചോറ് കുറയ്ക്കുക, കറി കൂട്ടുക. അത്ര സിമ്പിൾ ഞാൻ പറയാം. അത് നിങ്ങൾക്ക് വെജോ നോൺ വെജോ എന്തായാലും കുഴപ്പമില്ല, വറുത്തത് പൊരിച്ച് കഴിക്കാതിരിക്കുക. ഇതിനെ പ്രോട്ടീൻ പൗഡർ നമുക്ക് പറ്റുന്ന ആൾക്കാർ പ്രോട്ടീൻ പൗഡർ വാങ്ങിച്ചു കഴിച്ചാൽ കുറേ നന്നായിരിക്കും. ഇത് പ്രോട്ടീൻ ഇൻടേക്ക്, നമുക്ക് പ്രോട്ടീൻ ഓൾറെഡി ഉണ്ട് അതിനകത്ത്. എങ്കിലും ഒരു 12 ഗ്രാം സെർവിങ്സ് ഉള്ള, 10 ഗ്രാമിൽ 12 ഗ്രാം സെർവിംഗ് ഉള്ള നമ്മുടെ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ വാങ്ങിച്ചാൽ അത് കുറെ കൂടി നമുക്ക് ശരീരത്തിന് ഗുണകരമാണ്. അത് മസിൽ ഗ്രോത്തിനും മെറ്റാബോളിസിനും കുറെ കൂടി സഹായിക്കും. ഓക്കെ, നിങ്ങൾ പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ പൗഡർ, അതിന് 100% പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീൻ പൗഡറാണ്. അതിന്റെ സോഴ്സ് സോയും വീറ്റും പീയും. അത് നമുക്ക് ഐഡിയലി ഫോർ ഡയറ്ററി പ്രോട്ടീൻ സപ്ലിമെന്റ് ആണ്. അതിനകത്ത് 9 എസെൻഷ്യൽ അമിനോ ആസിഡ് ചേർത്തിട്ടുണ്ട്. ഇത് വിശപ്പിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നു, വയറ് നന്നായിട്ട് തോന്നുന്നു. പ്രോട്ടീൻ PDCA സ്കോർ എന്ന് പറയും, പ്രോട്ടീൻ ഡൈജസ്റ്റബിലിറ്റി കറക്റ്റഡ് അമിനോ ആസിഡ് സ്കോർ 1 ആണ്. ലോകാരോഗ്യ സംഘടന രചിക്കുന്ന ഏറ്റവും നല്ല പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ PDCA സ്കോർ 1 ആണ്. ആ PDCA സ്കോർ 1 ആയിട്ടുള്ള പ്രോട്ടീൻ നമ്മുടെ ഉള്ളത്. അത് നാച്ചുറൽ സോഴ്സ്, ന്യൂട്രൽ ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ആർക്കും കഴിക്കാം, ഏത് ഡിഷിനും കൂടെ ആഡ് ചെയ്യാം. പ്രത്യേക ടേസ്റ്റിനകത്താണ്. ഇപ്പോൾ അൺഫ്ലേവേഡ് ഒന്നും ഫ്ലേവർ വയ്ക്കുകയോ, ഡയറി ഫ്രീ ആണ്, ഡയറി പ്രൊഡക്റ്റ് ചേർത്തിട്ടുള്ള, കൊളസ്ട്രോൾ ചേർത്തിട്ടുള്ള, വെജിറ്റേറിയൻ ആണ്, നോൺ ഫാറ്റ് ആണ്. അപ്പോൾ ഏത് ഫുഡിനോട് കിടക്കാം. ആ പ്രോട്ടീൻ നിങ്ങൾ കഴിക്കുന്നത് നിങ്ങളുടെ ഹെൽത്തിനും ലീൻ മസിൽസിനും വണ്ണം കൂടാതിരിക്കാനും വിശപ്പിലായിരിക്കാനും ഒന്നും എക്സ്ട്രാ സഹായിക്കുന്നു. ഓക്കെ, ലൂസ് അപ് ടു 4 കിലോഗ്രാം ഇൻ 30 days. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു റെജിയും കൊണ്ട് വരുന്ന 30 ദിവസം കൊണ്ട് 4 കിലോ കുറയ്ക്കാൻ പറ്റുന്ന കാര്യം ഗ്യാരണ്ടിയാണ്. ഞാൻ ഗ്യാരണ്ടിയാണ്. എനിക്കാണ് മാറ്റമുള്ളത്. ഒരു കുടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ 8 ഗ്ലാസ് വെള്ളം ഒരു ദിവസം കുടിക്കാൻ നോക്കുക. കുറച്ച് നിങ്ങൾ സ്വയം തീരുമാനിക്കുക ഇങ്ങനെ ഫുഡ് കഴിക്കണം എന്നുള്ളത്. അപ്പൊ ഒരു 7 മണിക്കകത്ത് ഉറപ്പാക്കണം. നമ്മുടെ ബോഡി നമ്മുടെ അമ്പലം തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ടെമ്പിളാണ്, നമ്മുടെ ദേവാലയമാണ്. അതിന് അതേ രീതിയിൽ നമ്മൾ സംരക്ഷിക്കണം. ഓക്കെ, ഇതിനകത്ത് ആ 30 ദിവസം പാക്കിനകത്തുള്ളത് 500 ഗ്രാമിന്റെ 3 ഷേക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഒരു ഫാറ്റ് ബേണർ ക്യാപ്സൂള്, ഒരു സാഷയുടെ പാക്ക്, ഫാറ്റ് ബേണർ പ്രീമിക്സിന്റെ പാക്ക് ഉണ്ടാവും. അത് 30 ഉണ്ടാവും. ഫാറ്റ് ബേണർ ക്യാപ്സൂള് 30 ഉണ്ടാവും. ഫാറ്റ് ബേണർ പ്രീമിക്സ് 60 ഉണ്ടാവും. 2 തരം കഴിക്കാനാണ്. പിന്നെ നമുക്കൊരു സയൻസ് ഓഫ് ഷേപ്പ് ഷിഫ്റ്റിന്റെ ഒരു ബുക്ക്, ഒപ്പം നമുക്ക് ഷേപ്പ് ഷിഫ്റ്റിന്റെ പ്രോഗ്രസ് ട്രാക്കർ ഒരു ബുക്കുണ്ട്. അത് എല്ലാ ദിവസവും അതിനകത്ത് എഴുതി വെക്കണം. ഓരോ ദിവസവും എഴുതി വെക്കണം. 9,966 രൂപയാണ് നമുക്ക് ഈ 30 ദിവസ പാക്കേജിന്. അങ്ങനെ എടുക്കുന്ന ലാഭകരമാണ്. ഒറ്റക്കൊറ്റ വാങ്ങിക്കണം, നമുക്ക് അതൊരു 1000-1500 കൂടുതൽ വരുന്നുണ്ടാവും. വെങ്ങനെ എടുക്കുന്ന നമുക്ക് ലാഭകരമാണ്. ഇത് എല്ലാവരും നന്നായിട്ട് ഇത് ഉപകാരപ്പെടുത്തുക. നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ ഈ ദിവസം സഹായിക്കട്ടെ ആശംസിക്കുകയാണ്. ഈ മാർക്കറ്റിൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റുമായിട്ട് ലീഡിംഗ് ആയിട്ടുള്ള ബ്രാൻഡാണ്. ആ ബ്രാൻഡോട് ജസ്റ്റ് കമ്പയർഡ് ആണ്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള പ്രോട്ടീൻ ലോകത്ത് ഏറ്റവും കിട്ടുന്ന ബ്രാൻഡാണ് ഞാൻ അപ്പുറത്ത് കാണിച്ചിരിക്കുന്നത്. ആ ബ്രാൻഡോട് ജസ്റ്റ് കമ്പാരിസൺ അറിഞ്ഞിരിക്കുക. അത് Formula 1 ന്യൂട്രീഷൻ ഷേക്കാണ് അവരുടെ ഹെർബലൈഫ്സിന്റെ. നമ്മുടെ പ്രൊഡക്റ്റുകളുടെ കമ്പാരിസൺ കാണിച്ചേക്കാണ്, ഡയറക്റ്റ് കാണിച്ചേക്കാണ്. പ്രോട്ടീൻ നോക്കി, അതിനേക്കാളും 29% പ്രോട്ടീൻ നമുക്ക് കൂടുതലുണ്ട്. ടോട്ടൽ ഷുഗർ നോക്കി, അതിനേക്കാളും 73% ഷുഗർ കുറവാണ്. കണ്ടോ, ഇവരുടെ പ്രധാനപ്പെട്ട പോയിന്റാണ്. കാർബോഹൈഡ്രേറ്റ്സ് നോക്കി, 30% ലോവർ കാർബോഹൈഡ്രേറ്റ്സ് കണ്ടന്റ് ആണ്. കാർബോഹൈഡ്രേറ്റ്സ് അധികം കഴിക്കാൻ പാടില്ല വണ്ണം കുറയ്ക്കുന്ന ആൾക്ക്. ഷുഗർ അധികം കയറാൻ പാടില്ല. അതുകൊണ്ടാണ് അത്രയും കുറച്ച് ഷുഗർ, 1% ഷുഗർ മാത്രമേ ഉള്ളൂ. കാർബോഹൈഡ്രേറ്റ്സും അത്രയും കുറവാണ്, 30% ലോവറാണ്. ഡയറ്ററി ഫൈബറോ, മൾട്ടി ഡയറ്ററി ഫൈബർ ആണ്, 67% മോർ സൈലിയം ഫൈബറുകൾ ചേർത്തിട്ടുണ്ട്. നമ്മുടെ 3 ഫൈബർ ഉണ്ട്, മറ്റേ 2 ഫൈബർ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഇതിനകത്ത് കൂടുതൽ കണ്ടന്റ് ഉള്ളത്. കമ്പാരിസൺ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. വിറ്റമിൻസ് മിനറൽസ്,
ബ്രോഡർ പ്രൊഫൈൽ ഓഫ് വിറ്റമിൻസ് മിനറൽസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. മറ്റേതിനേക്കാളും കൂടുതൽ. എൻസൈംസ്, അഡീഷണൽ ഡൈജസ്റ്റീവ് എൻസൈംസിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്, മറ്റേതിൽ അതില്ല. പ്രോബയോട്ടിക് ബ്ലെൻഡ്, നമുക്ക് പ്രോബയോട്ടിക് ബ്ലെൻഡ് അഡീഷണൽ ബയോആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നത്, മറ്റേതിനകത്ത് അത് 0 ആണ്. സോ ഈ കമ്പാരിസൺ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. മാർക്കറ്റിൽ പലരും ചോദിച്ചപ്പോൾ അതിനോട് ഈ ഒരു കാര്യത്തെ ആഡ് ചെയ്തേക്കുന്നത്. മിസ്റ്റർ മോഡീസ് ട്രാൻസ്ഫോർമേഷൻ വീഡിയോ, ഇത് നമുക്ക് കാണേണ്ട ഒരു സംഗതിയാണ്. ഇദ്ദേഹമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്ന സംഗതി. ഓക്കെ, ഇത് നിങ്ങൾ കാണുവാണെങ്കിൽ കുറച്ച് നന്നായിരിക്കും. എന്തായാലും ഇതിന്റെ സ്റ്റാർട്ട് യുവർ സയൻസ് ഓഫ് ഷേപ്പ് ഷിഫ്റ്റിംഗ് ജേണി ടുഡേ, ആ യാത്ര നമുക്ക് ആരംഭിക്കാം. ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം കിട്ടിയ ഐഡിയ നമ്മൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. എല്ലാവർക്കും എല്ലാവിധ ആശംസ നേരുന്നു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, സീ യു അറ്റ് ദ ടോപ്പ്. ഓക്കെ.